നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ അവസാനം സഹോദരങ്ങളായ നിങ്ങളോടുകൂടെ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ അവിടുന്ന് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്നേ ദിനം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അവർക്കതൊരു ആഘോഷമാണ്, സന്തോഷത്തിൻ്റെ ദിനമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അട്ടിടയന്മാരോട് സ്വർഗ്ഗദൂതൻ പറഞ്ഞത്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു അല്ലെങ്കിൽ അറിയിക്കുന്നു എന്നുള്ള കാര്യമാണ് ദൂതൻ വന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സദ്വർത്തമാനം കേൾക്കുന്നവരുടെ എല്ലാ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകില്ല എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ടാകും. പക്ഷേ ഇന്ന് ഈ കാലത്ത് മനുഷ്യരുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം അതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ലോകമെമ്പാടും ആളുകൾ അർത്ഥമറിയാതെയാണ് ഈ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അർത്ഥമറിയാതെ. അപ്പം കൃപയാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യങ്ങളെ നൽകിയതുകൊണ്ട് വ്യർത്ഥമായ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ആഘോഷങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. നാം സേവിക്കുന്ന യേശു കർത്താവ് അവൻ വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവമാണ്. പൗലോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ലെന്ന് പറഞ്ഞതുപോലെ, ക്രിസ്തുവിനെ ഇന്നലെ വരെ ജഡപ്രകാരം അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ ആ വെളിപ്പാടിൽ അതിൻ്റെ ആഴങ്ങളിൽ തന്നെയാണ് ആ കാര്യങ്ങളെ ബോധ്യപ്പെടുന്നത്. അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ ആൽഫയും ഒമേഗയുമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജന്മദിനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കാൻ പാകത്തിന് അങ്ങനത്തെ ഒരു മണ്ടത്തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതിനൊക്കെ ദൈവം നമുക്ക് തന്നെ ആ വെളിപ്പാടുകളും ബോധ്യങ്ങളും ഓർക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. അല്ലെങ്കിൽ ഇത്തരം ഗ്യാങ്ങുകളിലും കൂട്ടങ്ങളിലും ഒക്കെ പോയി അകപ്പെട്ട് കറങ്ങിത്തിരിഞ്ഞ് അവസാനിപ്പിക്കേണ്ട ജീവിതങ്ങളായിരുന്നു നമ്മുടേത്. കൃപയാൽ ബോധ്യങ്ങൾ ലഭിച്ച് നാം ഇന്ന് ഭക്തിക്കൊത്ത ജീവിതം നയിച്ച് മുൻപോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇന്ന് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നതിന് മുമ്പ് ഒരുപറ്റം സഹോദരങ്ങൾക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തിരുന്നു. നിങ്ങൾക്ക് സാവകാശം ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ വൈകിട്ട് ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുൻപ് ഒരു 8-10 മിനിറ്റ് ആ മെസ്സേജിൻ്റെ ഒരു ആരംഭ ഭാഗം ഒന്ന് കേൾക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു 8-10 മിനിറ്റ് ഒന്ന് കേട്ടിട്ട് വരികയാണെങ്കിൽ. ആ മെസ്സേജിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2025 ജനുവരി മാസം ആരംഭത്തിലെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഒരു മെസ്സേജാണത്. 2025 ജനുവരി മാസത്തെ ആദ്യത്തെ മെസ്സേജാണത്. ആ ആദ്യത്തെ മെസ്സേജും 2024 ഡിസംബർ മാസത്തെ മെസ്സേജും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. 2025 ജനുവരി മാസത്തെ ആദ്യത്തെ മെസ്സേജിൽ നമ്മൾ ഒരു കുറിവാക്യം എന്നുള്ള നിലയിൽ വായിച്ചുകൊണ്ട് തുടങ്ങിയത് 66 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം വായിച്ചുകൊണ്ടാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടി ഒന്ന് നിങ്ങളുടെ മധ്യത്തിൽ വായിക്കാം. 66 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. 2025 ജനുവരി മാസം ആരംഭത്തിൽ ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് തുടർന്ന് വായിച്ചത് 86 സങ്കീർത്തനം 13 വാക്യമാണ്. അതും ഞാനങ്ങ് വായിക്കാം. 86ന്റെ 13. ഈ 2 സങ്കീർത്തനങ്ങളും ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. താൻ രാജകീയ അധികാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കുറവുമില്ലാതെ, അതായത് ഒന്നിനും കുറവില്ലാതെ എല്ലാ പ്രതാപത്തോടും ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ദാവീദ് പറയുന്നത്, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. തൻ്റെ ഇന്നലകളെ ഓർത്തുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അതൊരു വലിയ സന്തോഷത്തിൻ്റെ കാരണമല്ലേ. അതുപോലെ തന്നെ 66 സങ്കീർത്തനത്തിൻ്റെ 16 നമ്മൾ വായിച്ചു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അവനെൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന്. അപ്പോൾ ആ മെസ്സേജിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെല്ലാം കേൾക്കെ പറഞ്ഞത്, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എൻ്റെ അയ്യംവിളിയുടെ സമയത്ത്. 116 സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു അയ്യംവിളി കാണുന്നുണ്ട്. 116ന്റെ 3-4 വായിച്ചാൽ എങ്ങനെയാ? അതും ഒന്ന് വായിച്ചേ.
4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ഇവിടെ വായിച്ചത്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അതായത് ആ അയ്യമ്പുള്ളിയുടെ സ്വരമുണ്ടല്ലോ, ഇതേ കാര്യം തന്നെ നമ്മൾ പല ഭാഗത്തായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചു പറഞ്ഞങ്ങ് പോകാം. അതായത് സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറയുന്ന ഒരു വിലാപസ്വരം നമുക്ക് കേൾക്കാം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് യെശയ്യാവ് 53-ന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നെന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്ന് ആ തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ആ ഒരു സമയം, ആ ഒരു അയ്യമ്പുളിയുടെ സമയമാണത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. 2025 ജനുവരി മാസം ആരംഭത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാം ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. അത് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് പോകാം. ഒരു വർഷം കഴിഞ്ഞു പോയില്ലേ? നിങ്ങൾ എത്ര പേര് സകല ഭക്തന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട്, ലോകത്തിലുള്ള മുഴുവൻ ഭക്തന്മാരും വേണ്ട, ഒരു കുറച്ച് പേരോടെങ്കിലും ഈ കാര്യങ്ങളെ ക്രമമായിട്ട് വിവരിക്കാൻ പാകത്തിന് പ്രാപ്തരായോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ ഒരു വർഷക്കാല സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നു. ഈ ഒരു വർഷക്കാലം കൊണ്ട് ക്രമമായിട്ട് കാര്യങ്ങളെ പറയാൻ പാകത്തിന് നമ്മൾ പ്രാപ്തരായോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രാപ്തരായോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ 2025 പലവിധമായ വിഷയങ്ങൾ നമ്മൾ ധ്യാനത്തിനെടുത്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പൊതു പെന്തക്കോസ്റ്റ് സമൂഹം ഒരു വലിയ സമൂഹമാണല്ലോ. അത് നമ്മൾ പറയാറില്ല, അതൊരു വലിയ അംബ്രലയാണ്. അതിന് കീഴിൽ അസംഖ്യം മനുഷ്യരുണ്ട്, പലതരക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലൊക്കെ സംഭവിക്കുന്നതായ പലവിധമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, അതായത് ഒരിക്കൽ ഒരു ദൈവദാസൻ, പ്രസിദ്ധനായ ദൈവദാസൻ, വളരെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആ മാന്യദേഹം, അവരുടെ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടമൊന്നും അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കഷ്ടത്തെക്കുറിച്ച് പ്രസംഗിക്കാറില്ല. കഷ്ടം അനുഭവിക്കുന്നവരാണ് ശരിക്കും അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കേണ്ടതെന്ന് പുള്ളി പറഞ്ഞപ്പോൾ ജനമെല്ലാം ആമേൻ പറഞ്ഞു. ജനമെല്ലാം അത് ഏറ്റെടുത്ത് സന്തോഷിച്ചു. കാരണം അദ്ദേഹം വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടമില്ല, അതുകൊണ്ട് അദ്ദേഹം കഷ്ടത്തെക്കുറിച്ചൊരു വാക്ക് പ്രസംഗിക്കുന്നില്ലെന്ന്. അപ്പം നമ്മൾ നടുങ്ങിപ്പോയി. കാരണം എന്താ? ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉദരവുണ്ടാകുന്നതാണ്. മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലന്മാർ പറയുന്നത് നാം അനേക കഷ്ടങ്ങളിലൂടെ മുൻപോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് ലോകം എന്നെ പകച്ചു നിങ്ങളെയും പകയ്ക്കുമെന്നാണ്. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതരായിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അനവധിയായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഘട്ടമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേട്ടിട്ട് ജനം അതിന് കൈയടിക്കുകയും ആമീൻ പറയുകയും ചെയ്യുകയാണെങ്കിൽ ജനത്തിൻ്റെ വളർച്ച എവിടെയെന്നുള്ളതാണ് ചോദ്യം. ഇവരുടെ വളർച്ച എവിടെയാണ്? ഇവർ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ ഒരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ ജനം ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. അവർ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ബോധ്യമുള്ളവരായിരിക്കണം. അതായത് എഫേസ്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ ശ്ലാഘനീയമായൊരു കാര്യം എന്താ? എഫേസ്യ സഭയിൽ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ വ്യാജന്മാരായ ആൾക്കാർ കടന്നു വന്നപ്പോൾ അവർക്ക് വിരിച്ചൊരുക്കിയ വന്മാളിക കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ പാർത്താലും സുഖേനെ ഭക്ഷിച്ചാലെന്നൊന്നും പറഞ്ഞ് അങ്ങനെ അവരെ താലോലിക്കുകയല്ലായിരുന്നു. അല്ലല്ലോ, അങ്ങനെ അവരെ എന്താ പറയുക, ആ രീതിയിലൊരു ആദരം കൊടുക്കുകയല്ലായിരുന്നു. അവരെ കൈയോടെ പിടികൂടുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ സഭയ്ക്ക് വചനനിശ്ചയം ഉണ്ടായിരുന്നു. അവർക്ക് ആത്മാവിൽ ആ വിവേചനത്തിൻ്റെ ബോധ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങളെ പെട്ടെന്ന് അവർ തിരിച്ചറിയുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധനായ ദൈവദാസൻ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ 50 വർഷമായി നിലനിന്നിരുന്ന വലിയ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഐക്യതയോടെ ഒരുമിച്ച് പോകാനായിട്ട് ഉത്സാഹിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അപ്പം നമ്മൾ നടുങ്ങിപ്പോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 50 വർഷവും പരിശുദ്ധാത്മാവിന് അവർ ഇടം കൊടുത്തില്ലെന്നല്ലേ അർത്ഥം. നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച,
ഭിന്നതകളെയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കഴിവതും പരിഹരിക്കണമെന്നുള്ളതാണ്. ഇനി എങ്ങാനും പരിഹരിക്കാൻ പറ്റിയില്ല, സൂര്യൻ എങ്ങാനും നേരത്തെയൊക്കെ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ ചില സമയങ്ങളിൽ പെട്ടെന്ന് അങ്ങ് അസ്തമിച്ചു പോകുമല്ലോ. അപ്പോൾ മലയാളികൾ എന്നുള്ള നിലയിൽ നമ്മളൊരു 6 മണിക്കൊക്കെയാണ് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഒരു 5:45 പരിഹരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് അസ്തമിച്ചു പോയി. സാരമില്ല, പിറ്റേ ദിവസം പുലർന്നു കഴിയുമ്പോഴെങ്കിലും ആ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഒന്നുമല്ല, 50 കൊല്ലക്കാലമാണ് തട്ടിമുട്ടി കളഞ്ഞത്. നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ആത്മാവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല? ഇനി അടുത്തൊരു കാര്യം നമ്മൾ കാണുന്നത്, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ദൈവസഭയിൽ 5 വിധ ശുശ്രൂഷകരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പസ്തോലൻ മുതൽ അങ്ങ് ഉപദേഷ്ടാവ് വരെയുള്ള ആ ശ്രേണിയിൽ 5 വിധ ശുശ്രൂഷകർ, 5-fold മിനിസ്ട്രി. അതേസമയം ബ്രദറൻ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് അവർ സുവിശേഷകർ, ഇടയൻ, ഉപദേഷ്ടാവ്, ഇങ്ങനെ ഒരു 3 കൂട്ടം കാര്യങ്ങളിലാണ് അവർ വിശ്വസിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. അവർ ഇന്ന് അപ്പോസ്തലന്മാരില്ലെന്നും അതുപോലെ ഇന്ന് അങ്ങനെ ഒരു പ്രവാചക ശുശ്രൂഷ ഇല്ലെന്നും ഒക്കെയുള്ള നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. അതേസമയം പെന്തക്കോസ്തുകാർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ പറയുന്നത് ഈ 5 വിധ ശുശ്രൂഷയുണ്ട്, പ്രവാചകൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞൊരു 10-25 വർഷത്തെ ഒരു ചരിത്രം മലയാളക്കരയിൽ എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, 1,900 പ്രവാചകന്മാരുണ്ട്, തിരുവനന്തപുരം മുതൽ കുറഞ്ഞത് നിലമ്പൂർ വരെ. അതിനപ്പുറത്തേക്ക് നമുക്ക് പിടിക്കണ്ട. ഈ ഇത്രയും സ്ഥലത്ത് എന്തുമാത്രം പ്രവാചകന്മാരാണ്, ഏതെല്ലാം സൈസ് പ്രവാചകന്മാരാണ്. നിങ്ങൾ ആരെങ്കിലും ഇത്തരം പ്രവാചകന്മാർ ഈ നേതൃനിരയിലുള്ള ആളുകളോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത് കേട്ടിട്ടുണ്ടോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ഭിന്നതകളും അസ്വസ്ഥതകളുമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ നടുവിൽ വസിക്കില്ല എന്ന ഒരു സ്വരം ഏതെങ്കിലും പ്രവാചകൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരു പ്രവാചകനും പറഞ്ഞിരുന്നില്ല സഹോദരങ്ങളെ. അപ്പോൾ ഈ കഴിഞ്ഞു പോയൊരു 10-30 വർഷക്കാലം മലയാളക്കരയിലുള്ള പെന്തക്കോസ്ത് സമൂഹം ആത്മാവിനാൽ നടത്തപ്പെട്ട അനുഭവമാണെങ്കിൽ ഈ ശുശ്രൂഷകളെല്ലാം വെളിപ്പെട്ട് വരണ്ടേ? ഈ ശുശ്രൂഷകളെല്ലാം വെളിപ്പെട്ട് വരണ്ടേ? എൻ്റെ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഞാൻ ഉയർത്തിയ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് പൊതു പെന്തക്കോസ്റ്റ് ലോകത്തെ വിശ്വാസികൾക്ക് പലർക്കും മനസ്സിലാകുന്നില്ല ഇതൊന്നും. അവർക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ആത്മാവിൽ ആ വളർച്ചയിലേക്ക് വരണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ പറയുന്നൊരു വാക്കില്ലേ, കാള വാല് വെക്കുമ്പോൾ നമുക്കറിയാമെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ തൽക്ഷണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ 1-2 ഇൻസിഡൻ്റ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അടുത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, നമ്മളിപ്പോൾ പാർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് സർവശ്രീ നരേന്ദ്രമോദി അവറുകളാണ്. അതായത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3ാം ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവ സമൂഹത്തിന് തിരക്കേടില്ലാത്ത നിലയിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരികയാണ്. 1-2 സർക്കാരിൽ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ കൺവെട്ടത്ത് അധികമായി വന്നത് ഈ 3ാം ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ഛത്തീസ്ഗഡിനെയാണ്. ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ അവിടെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു തരത്തിലും മൂവ് ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. UP-യിൽ അതുപോലെ തന്നെ, ഇപ്പോൾ രാജസ്ഥാനിലും അങ്ങനെയൊക്കെ തുടങ്ങി. നോർത്തിലെ പല സ്റ്റേറ്റുകളിലും അങ്ങനത്തെ പ്രതിസന്ധികൾ, വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പം അതിപ്പോൾ തെക്കൻ കേരളത്തിലേക്കൊക്കെ കുറച്ച് വ്യാപിക്കുന്നുണ്ട്. നമ്മുടെ മലയാളക്കരയിലും കൊച്ചു കൊച്ചു സൂചനകളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിക്കടുത്തുള്ള ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ, ഒരു മലയാളിയായ പാസ്റ്ററുടെ ചർച്ചിൽ ഒരു യൗവനക്കാരനായ മനുഷ്യൻ, തലമുടിയൊന്നുമില്ലാത്ത, നമ്മൾ മൊട്ടയെന്നൊക്കെ വിളിക്കുന്ന ആ രീതിയിലുള്ള ഒരു മനുഷ്യൻ കടന്നു വന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കടിച്ചാൽ പൊട്ടാത്ത രീതിയിൽ ഭയങ്കരമായിട്ടുള്ള നിലയിൽ പുള്ളി ഷൗട്ട് ചെയ്യുകയുണ്ടായി. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ ഓരോരോ സംഭവങ്ങളും എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങളെല്ലാം കാണുന്ന ആളുകളാണ്. അപ്പോൾ ശരിക്കും ഭാരത ക്രൈസ്തവരുടെ രോക്ഷം അണപൊട്ടി ഒഴുകുന്നുണ്ട്.
എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ആ നഗ്നനേത്രം കൊണ്ടാണല്ലോ കാണുന്നത്. ആ കാഴ്ചയിൽ നമ്മൾ അതിനോട് വിയോജിക്കുന്നുണ്ട്, നമുക്കതിനോട് വിരോധമുണ്ട് അല്ലേ? ക്രൈസ്തവ സമൂഹത്തോട് ഇങ്ങനെ ചെയ്യുന്നു. അത് മൊത്തത്തിലാണ് നമ്മൾ അന്നേരം എടുക്കുന്നത്. അതിൽ കാത്തലിക്സ്, ഓർത്തഡോക്സിനെ കൂടി ഒന്നും കൂട്ടണ്ട, കാത്തലിക്സ്, CSI, CNA അങ്ങനെയൊക്കെയുള്ള പല ഗ്രൂപ്പുകളുണ്ട്. പിന്നീട് പെന്തക്കോസ്ത് സമൂഹം, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഈ കൂട്ടങ്ങളിലുള്ളവരൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ആളുകൾ പറയും ക്രൈസ്തവ സമൂഹം ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു നിലയിൽ നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. വിശ്വാസി സമൂഹത്തിലുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് ആ രോക്ഷം പുറത്തേക്ക് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് ആ രോക്ഷം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ 1-2 ദിവസമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ്. ഒരു ചിന്ത. ആ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ തികച്ചും വിപരീതമായ ചിന്തയാണ്. ഇന്ന് എല്ലാവരും പറയുന്നതുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഭാരതസഭ വലിയ ക്ലേശങ്ങളിലൂടെ പോകുന്നു, ഉപദ്രവങ്ങൾ, പീഡകളൊക്കെയുണ്ട്. അപ്പോൾ ആ കാരണത്താൽ ലോകമെമ്പാടും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ നിശ്ചയമായും പ്രാർത്ഥിക്കണം, അതൊരു വാസ്തവമായ കാര്യമാണ്. പക്ഷേ 2-3 ദിവസമായിട്ട് എൻ്റെ ചിന്താമണ്ഡലത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. നിങ്ങളും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് നാം സേവിക്കുന്ന ദൈവം അറിയാതെ ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒരു തലമുടി നാര് കൊഴിയുന്നില്ലെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കില്ല. നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ വിശുദ്ധന്മാരുടെ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു തലമുടിയെ സ്പർശിക്കാൻ പോലും സൈറ്റാൻ 10 വട്ടം ആലോചിക്കേണ്ടതുണ്ടെന്ന്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ ഹോളി സീഡ് അകത്ത് വന്നിട്ടുള്ള വീണ്ടും ജനിക്കപ്പെട്ട പുതുനിയമത്തിൻ്റെ പുരോഹിതന്മാരായ, അതായത് ദൈവരാജ്യത്തിലെ രാജാക്കന്മാരായ, വരാൻ പോകുന്ന പുതിയ ഭൂമിയൊക്കെ അടക്കി ഭരിക്കേണ്ടവരായ അവകാശികളും അധികാരികളുമായവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മെ സ്പർശിക്കുവാനോ ഉപദ്രവിക്കാനോ എന്തെങ്കിലും കാര്യം ചെയ്യുവാനോ ഏത് സാത്താന് കഴിയും? അപ്പോൾ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ അത് സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ അത് സാധ്യമല്ല. അതിന് 2 വശമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിലെ ആദ്യത്തെ വശം എന്ന് പറയുന്നത്, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്ക സമയം മുതൽ പിന്നീട് ലേഖനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ യാത്രകൾ, അവരുടെ ശുശ്രൂഷ രീതികൾ, അതെല്ലാം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തി നമ്മൾ പഠിക്കുമ്പോൾ ദൈവം അവരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടത്തിവിടുന്നത് അവരെ കരുത്തുറ്റവരാക്കി മാറ്റാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ പറയുന്നതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അതാണ്. അതായത് ആദിമസഭയെ കരുത്തുറ്റവരാക്കി മാറ്റിയത് ഇത്തരം പോരാട്ടങ്ങളിലൂടെയായിരുന്നു, തീയുടെ അനുഭവങ്ങളായിരുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത് കാലസമ്പൂർണതയിൽ പുത്രൻ ഭൂമിയിലേക്ക് വന്നെന്നുള്ളതാണ്. ആ വാക്കൊന്ന് ഓർമ്മയിലിരിക്കട്ടെ. കാലസമ്പൂർണതയിൽ, കാലത്തിൻ്റെ ഫുൾനെസ്സിൽ പുത്രൻ ഈ ഭൂമിയിൽ ഭൂജാതനായി. അതായത് ക്രിസ്തു ഭൂമിയിലേക്ക് വരുവാൻ തെരഞ്ഞെടുത്ത കാലം എന്ന് പറയുന്നത്, നമ്മൾ സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, അതായത് ശക്തിമത്തായ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തത് നമ്മൾ മനസ്സിലാക്കുന്നത് ബാബിലോൺ സാമ്രാജ്യം മുതലാണ്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യം, അത് കഴിഞ്ഞ് മെദോപേർഷ്യർ വന്നു, പിന്നീട് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സാമ്രാജ്യം, യവന സാമ്രാജ്യം വന്നു. അതും കഴിഞ്ഞു വന്ന സാമ്രാജ്യമാണ് കാരിരുമ്പ് പോലെ കരുത്തുറ്റ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ വാളുകൾക്ക് ബാക്കി സാമ്രാജ്യത്തിൻ്റെ വാളുകളെക്കാളും ശക്തി കൂടുതലാണ്. അവർ തലയരിയാനൊക്കെ വിദഗ്ധരാണ്. അപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പുത്രൻ ഭൂമിയിലേക്ക് വന്നത്. 33 തിരുവയസ്സ് ഈ ഭൂമിയിൽ സഞ്ചരിച്ച് ഒടുക്കം ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി. പിന്നത്തേതിൽ 50 ദിവസം കഴിഞ്ഞ് കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ പിറവിയെടുക്കുകയാണ്. 50 ദിവസം കഴിഞ്ഞ് അത് പിറന്നു വീഴുന്നത് റോമൻ വാളിൻ്റെ വായ്ത്തലയ്ക്ക് കീഴിലേക്കാണ്. അപ്പോൾ കാലത്തിൻ്റെ സമ്പൂർണത എന്ന് പറയുമ്പോൾ
സഭയെ ആരംഭിക്കാൻ പോവുകയാണ്. ആ സമയത്തുള്ള സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. ഉഗ്രന്മാരുടെ സാമ്രാജ്യം. ഒരു ദയൊന്നുമില്ല, അല്ലേ? ഉഗ്രന്മാരുടെ സാമ്രാജ്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ദയൊന്നുമില്ല. അങ്ങനെ ഒരു ഭരണകാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ ആരംഭിക്കുമ്പോൾ എന്തുമാത്രം പീഡകളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ക്രിസ്തീയ സഭ ആരംഭിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ച ആ തീരുമാനം യുക്തിഭദ്രമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതൊരു തെറ്റായ സമയത്തല്ലേ സഭയുടെ പിറവി നടന്നത്? ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിന്തിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ അതൊരു തെറ്റായ സമയത്താണെന്ന് വേണമെങ്കിൽ പറയാം. അത് തെറ്റായ സമയത്താണോ സംഭവിച്ചത്? അതായത് ഏറ്റവും കാഠിന്യമുള്ള സമയത്ത്. അതിന് പിന്നിലേക്കോ അതിന് ശേഷമോ ചരിത്രത്തിൽ അങ്ങനെ ഒരു കാഠിന്യമുള്ള ഭരണമില്ല. അത്ര കാഠിന്യമുള്ളൊരു ഭരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്. ആ വാളിന് കീഴിലും കർത്താവിൻ്റെ സഭ ജൈത്രയാത്രയല്ലേ നടത്തിയത്. അപ്പോൾ ആ വാളിൻ്റെ നടുവിലും മുൻപോട്ട് പോകുവാൻ അവരെ പ്രാപ്തമാക്കിയത് ദൈവകൃപയാണ്. അവർ കർത്താവിൽ ആശ്രയിച്ചെന്ന നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14:3 വരുമ്പോൾ ഒന്നാം മിഷൻ യാത്രയിൽ ഇക്കോനിയയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, അവർ കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകിയെന്നാണ്. വിശേഷപ്പെട്ട കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അവർ കർത്താവിൽ മാത്രം ആശ്രയിക്കുകയാണ്. വേറെ ഒരു ആശ്രയമില്ല, ഒരു സപ്പോർട്ടുമില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു സപ്പോർട്ട് അശേഷം പൗലോസിന് കിട്ടിയില്ല. ആരും ഒരു കമൻ്റ് എഴുതി സപ്പോർട്ട് ചെയ്തില്ല. ആരും ഒരു പ്രത്യേക ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്ത് പൗലോസിൻ്റെ പേർക്കായിട്ടൊരു പോസ്റ്റർ, യെസ് നമ്മുടെ പ്രിയനായ പൗലോസ് ലുസ്രയിൽ കല്ലേറുകൊണ്ട് വീണിരിക്കുന്നു. മര്യാദയാണോ ഇത്? നന്ദിയില്ലാത്ത വർഗം. ലുസ്രയിലെ മുടന്തനെ സൗഖ്യമാക്കിയ പൗലോസ്, അവിടെ കിട്ടിയ പൂമാലകളെ വേണ്ടാന്ന് വെച്ച താഴ്മയുള്ള മനുഷ്യൻ, വിനയത്തിൻ്റെ ആൾരൂപം. ആ പൗലോസിനെയാണ് ഈ നന്മ അനുഭവിച്ച മനുഷ്യരെല്ലാം കൂടി കൊല്ലെറിഞ്ഞ് വീഴ്ത്തിയിട്ടിരിക്കുകയാണ്. എന്തൊരു ദുരന്തമാ സഹോദരങ്ങളെ! പൗലോസിന് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ എവിടെന്നെങ്കിലും കിട്ടിയോ? ഒരു സപ്പോർട്ടും കിട്ടിയില്ല. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 4 വരുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുണ്ട് അവിടെ. ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സ്വർഗത്തിലെ ദൈവം നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും ആർക്കും മാറ്റാൻ കഴിയില്ല. തൻ്റെ ജനം ഇങ്ങനെ കടന്നു പോകേണ്ടതുണ്ട്. അതായത് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അത് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് യാക്കോബിന്റെ രക്തത്തിന്റെ ആ ചൂട് അനുഭവിച്ച റോമൻ വാളുകൾ പറയുകയാണ് വീണ്ടും രക്തം വേണമെന്ന്. അങ്ങനെയാണ് പത്രോസിനെ പിന്നെ പിടിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 12 പത്രോസിനെ പിടിക്കുകയാണ്. അവരുടെ വാളുകൾ ദാഹിക്കുകയാണ്, ഇനിയും രക്തം വേണമെന്നും പറഞ്ഞ്. പക്ഷേ വലുവനായ ദൈവം പത്രോസിനെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. പത്രോസിനെ അവിടെ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോയി. അതേസമയം യാക്കോബിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതെന്താണ് രണ്ടുപേരോടും അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമുക്ക് ചോദ്യം ചെയ്യാൻ അനുവാദമില്ല. അതിനു മുൻപ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഭക്തനായ സ്തെഫാനോസ് അഥവാ സ്റ്റീഫൻ. യൗവന പ്രായത്തിൽ തന്നെയല്ലേ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഒറ്റ പ്രസംഗം. 2000 വർഷമായി ക്രിസ്തീയ സഭ ആ ഒറ്റ പ്രസംഗത്തിൽ അഭിമാനിക്കുകയാണ്. അല്ലെങ്കിൽ ആ പ്രസംഗം ക്രിസ്തീയ സഭ എല്ലാ കാലത്തും പ്രചോദിപ്പിച്ചിട്ടുള്ള പ്രസംഗമാണ് സ്തെഫാനോസിൻ്റെ. നമ്മളെല്ലാം 100 കണക്കിന് പ്രസംഗം പ്രസംഗിക്കുന്നെങ്കിലും വലിയ അനക്കങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ സ്തെഫാനോസിൻ്റെ ഒറ്റ പ്രസംഗം തന്നെയുണ്ടല്ലോ, യഹൂദന്മാരെ ചലിപ്പിച്ചു കളഞ്ഞു. കോംപ്രമൈസ് ചെയ്യാത്ത പ്രസംഗം. എന്താ ഒരു മെസ്സേജ്! അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ മൂർച്ച, അതിൻ്റെ ഗാംഭീര്യത. ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദനയില്ലാത്ത ജനമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസംഗിച്ചത്. അവരെ സോപ്പിടാനൊന്നും നിന്നില്ല, അവരെ സൂചിപ്പിക്കാനൊന്നും നിന്നില്ല. സ്തെഫാനോസ് ഒരിക്കലും യഹൂദന്മാരുടെ നടുവിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഞാൻ ഈ തെരുവിൽ നിങ്ങളോട് പോരാടുന്നു എന്നൊന്നും പറഞ്ഞില്ല. സ്തെഫാനോസും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയൊന്നും അല്ല പ്രസംഗിച്ചത്. അല്ല, ആദ്യം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രസംഗിച്ച് ഒടുക്കം യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ടെന്ന് കൺക്ലൂഷനിൽ പറയാനുമല്ല സ്തെഫാനോസ് ശ്രമിച്ചത്. സ്തെഫാനോസ് അടുക്കടുക്കായിട്ടാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചത്. ആ മെസ്സേജ് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്.
അദ്ദേഹത്തിന് ചരിത്രത്തിലുള്ള ബോധ്യം, മോശ മുതലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ടല്ലേ പറയുന്നത്. ഏതെങ്കിലും ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ? ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ 66 സങ്കീർത്തനം വായിച്ചത് ഓർത്തു നോക്കി. അതെൻ്റെ മുമ്പിൽ തുറന്നിരിക്കുക. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന് സ്തേഫാനോസ്, ഒരു യൗവനക്കാരൻ, അവനതെല്ലാം വിവരിക്കാനായിട്ട് പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിൽ സഭ മുൻപോട്ട് പോയപ്പോൾ ഒരു സ്തേഫാനോസ് പോയെങ്കിൽ പിന്നത്തേതിൽ എത്ര തിമത്തിയോസുമാരും തീത്തോസുമാരും തീഹിക്കോസുമാരും എരസ്തോസും എഫഫ്രാസും എഫഫ്രാദിത്തോസും അങ്ങനെ ഗണങ്ങൾ എഴുന്നേറ്റ് വരികയല്ലേ. വീരന്മാരായ യൗവനക്കാർ ഒത്തിരി പേര് രംഗത്തേക്ക് വരികയാണ് ഒരാൾ പോയെങ്കിൽ. അപ്പോൾ ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയാണ്. പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ പറയപ്പെട്ട നിലയിലുള്ള പീഡകൾ, ഉപദ്രവങ്ങളൊക്കെ അതിന് 2 വശമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആദ്യ വശമാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്, ഓടിച്ചു പറയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഒരു വശമാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. അതിൻ്റെ 2ാം വശം, അതായത് ഇപ്പോൾ സമകാലീനമായി സംഭവിക്കുന്ന കാര്യങ്ങളെ ഞാൻ 2ാമത്തെ വശവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. 2ാമത്തെ വശം, അതിന് നമുക്ക് നിഴലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നൊക്കെ എടുക്കാനുണ്ട്. അതായത് ഒരു വർഷം മുൻപ് പറഞ്ഞ ഒരു മെസ്സേജിൽ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. അതായത് യെരുശലേമിൻ്റെ മതിൽ തകർത്തത് നെബൂഖദ്നേസർ ആണെന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. ബൈബിളിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ടെത്തിയത് അങ്ങനെയല്ല. ആ മതിൽ പൊളിച്ചത് ഇസ്രായേൽ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ മെസ്സേജിൻ്റെ അത്രയും ഭാഗം മാത്രമായിട്ട് നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ അത് അപ്ലോഡ് ചെയ്തു. അത് കേട്ട ചില ബൈബിൾ കോളേജ് അധ്യാപകരൊക്കെ അവിടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ചരിത്രങ്ങൾ, ഹിസ്റ്റോറിസിറ്റിയും അതിലെ എല്ലാ കാര്യങ്ങളും എഴുതുകയാണ്. ഇത്രാം മാസം ഇത്രാം തീയതി ഇന്ന സമയത്ത് നെബൂഖദ്നേസറിൻ്റെ സേനാധിപതിയായ നെബൂസർദാൻ കടന്നു വന്ന് മതിൽ പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആത്മീയ അർത്ഥം, ഗൂഢാർത്ഥം, അതിൻ്റെ ആഴത്തിലുള്ള വരികൾക്കിടയിലുള്ള അർത്ഥമൊന്നും MTH എടുത്താലൊന്നും പിടികിട്ടില്ല. അത് വെളിപ്പാടുണ്ടെങ്കിലേ പിടികിട്ടിയുള്ളൂ. അതായത് നമ്മൾ യെരുശലേമിൻ്റെ മതിലെന്ന് പറയുമ്പോൾ അതിന് മുൻപൊരു മതിൽ കാണുന്നുണ്ട്. അത് സമാഗമന കൂടാരത്തിന് ചുറ്റുമാണ്. വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു ഫെൻസാണ് അതിന് ചുറ്റും കാണുന്നത്. ഒരു മതിൽ പോലെ, ഒരു മറ. അവിടെ ആ വെളുപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന വിശുദ്ധിയാണ്. വിശുദ്ധിയും വേർപാടുമാണ് ആ മതിൽ കാണിക്കുന്നത്. അതുപോലെ യെരുശലേം ദേവാലയം പണിതതിന് ശേഷം അതിന് ചുറ്റും ഒരു ചുറ്റുമതിലുണ്ടാക്കി. ആ മതിലും യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയോടുകൂടി തകർന്നു പോയി. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയ ആ സമയത്ത് മതിൽ തകർന്നു, ആലയം തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു, അതിലെ പൊൻപാത്രങ്ങൾ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ആ മതിലിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് പെട്ടെന്ന് വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകില്ല. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാസത്തിൽ കിടന്ന ഇസ്രായേലിനെ പിന്നത്തേതിൽ പ്രവാസം പൂർത്തീകരിച്ച് മടക്കിക്കൊണ്ടുവരികയാണല്ലോ. അതായത് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയത് ബാബേലിലേക്കാണെങ്കിലും അതിൻ്റെ ഒടുവിലത്തെ സമയം വന്നപ്പോൾ ഏതാണ്ട് ഒരു 70 വർഷക്കാലമാണ് അവരുടെ പ്രവാസകാലം. 1ാം പ്രവാസകാലം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രവാസകാലത്ത് അതിൻ്റെ അവസാന സമയത്ത് മെദോ പേർഷ്യയുടെ ഭരണത്തിന് കീഴിലേക്ക് അവർ വന്നു. അപ്പോൾ പേർഷ്യൻ ഭരണത്തിന് കീഴിലേക്ക് വന്ന ആ കാലഘട്ടത്തിലാണ് അവർ മടങ്ങി വരുന്നത്. കോരശ് എന്ന് പറയുന്ന രാജാവിൻ്റെ ആ ഒരു സമയത്താണ് അതിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചുമതലപ്പെട്ടയാളാണ് സെരുബാബേലിനോട് ചേർന്ന് നമ്മൾ കാണുന്ന ആ സമയത്ത് മഹാപുരോഹിതനായ യോശുവയുണ്ട്. മോശയോടുകൂടെ സഞ്ചരിച്ച യോശുവയല്ല, ഈ സമയത്ത് മഹാപുരോഹിതനായ യോശുവ. ആ സമയത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് യസ്രാ ശാസ്ത്രികൾ. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ കടന്നു വന്ന് വീണ്ടും ആലയത്തിന് അടിക്കല്ലിട്ടുകൊണ്ട് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ച് അത് മുന്നോട്ട് വന്ന് ഭംഗിയായിട്ട് അതിൻ്റെ പരിപാടി തീർത്തു. അതൊക്കെ പൂർത്തീകരിച്ചിട്ട് കുറേ സമയം മുൻപോട്ട് പോയി. അങ്ങനെ മുൻപോട്ട് പോയി. ഏതാണ്ട് ഒരു 13 വർഷക്കാലം മുൻപോട്ട് പോയി. 13 വർഷക്കാലം ഈ ആലയത്തിൻ്റെ കാര്യങ്ങളും അതെല്ലാം റീസ്റ്റോർ ചെയ്യപ്പെട്ടു, യഥാസ്ഥാനപ്പെടുത്തി. അവിടെ യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചു. എല്ലാം ഭംഗിയായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. സെരുബാബേലും യസ്രായോ യോശുവായോ ഇവരൊന്നും ഈ മതിലിൻ്റെ കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇസ്രായേലിലുള്ളൊരു മനുഷ്യക്കുഞ്ഞും ചിന്തിക്കുന്നില്ല മതിൽ തകർന്നു പോയതാണല്ലോ, അതൊന്ന് പുനഃക്രമീകരിക്കണമല്ലോ, മതിൽ പണിയപ്പെടണോ, അതിൻ്റെ 12 വാതിലുകൾ സെറ്റ് ചെയ്യണമെന്നൊന്നും ഒരു മനുഷ്യനും ചിന്തിച്ചില്ല. അങ്ങനെ ആരും അവരുടെ നടുവിൽ ചിന്തിച്ചില്ല. എന്നാൽ ആരും ചിന്തിക്കുന്നില്ലെന്ന് വെച്ച് അതങ്ങ് പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല.
സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെ തട്ടി ഉണർത്തി. അവൻ്റെ പേരാണ് നെഹമ്യാവ്. ആ നെഹമ്യായെ തട്ടി ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മതിൽ പണിക്ക് ചട്ടം കെട്ടി. ശൂഷൻ രാജധാനിയിലെ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള പ്രിയപ്പെട്ടവനാണ് നെഹമ്യാവ്. അങ്ങനെ ഗസറ്റഡ് റാങ്കിലുള്ള നെഹമ്യാവിനെ യെരുശലേമിലേക്ക് പറഞ്ഞയക്കുകയാണ്. യെരുശലേമിലേക്ക് കടന്നു വന്ന അദ്ദേഹം അത്യധ്വാനം ചെയ്തുകൊണ്ടാണ് ആ മതിൽ പണി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആ മതിലിന് എത്രത്തോളം പ്രാധാന്യം സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നുണ്ടെന്നുള്ളത് സഹോദരങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയാ വചനം പഠിക്കുന്നത്? മനസ്സിലായോ? യെരുശലേമിലെ ദൈവാലയത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്ന മതിലിന് പെട്ടെന്ന് ഒരു പ്രാധാന്യമില്ല. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അതിന് പ്രാധാന്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നാ പ്രാധാന്യമാണ്? അവിടെ ഒരു മതിലുണ്ടായിരുന്നു, അത് ഇടിഞ്ഞു പോയി. അതൊരു മതിലല്ലേ, അത് ഇടിഞ്ഞു പോയെങ്കിൽ പോട്ടെ. ആലയം പണിതല്ലോ, ആലയം പണിതു, അവിടെ ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇനി അതിനൊരു മതിൽ എന്തിനാന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ സ്വർഗം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം വളരെ കൃത്യമായിട്ടാണ് നെഹമ്യാവിനെ തട്ടി ഉണർത്തിയത്. നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. വളരെ ഗഹനമായ പുസ്തകമാണ്, ആഴത്തിലുള്ള വെളിപ്പാടുകൾ അതിനകത്തുണ്ട്. പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ആ മതിൽ വളരെ സീരിയസ് ആണ്, ഗൗരവമാണ്. ആ മതിലിനകത്താണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി. ആ മതിലിനകത്താണ് ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്നത്. അതിൻ്റെ ചുറ്റുമാണ് ഈ ഫെൻസ് ഉള്ളത്. വേർപാടിൻ്റെ മതിലെന്ന് പറയാം, വിശുദ്ധിയുടെ മതിലെന്ന് പറയാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആ മതില് പൊളിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്, അതായത് നീ എൻ്റെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെന്നാണ് ഇസ്രായേലിനോട് പറയുന്നത്. എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെന്ന്. അതുപോലെ മുന്നമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രായേലിനോട്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, നിങ്ങളുടെ പാളയം എപ്പോഴും ശുദ്ധമുള്ളതായിരിക്കണം. നിങ്ങളുടെ ക്യാമ്പ് എപ്പോഴും ശുദ്ധമുള്ളതായിരിക്കണം, അശുദ്ധമാകരുത്, മലിനമാകരുത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എൻ്റെ വാസം നിങ്ങളുടെ നടുവിൽ നിന്ന് എടുത്തു മാറ്റുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ ചുമ്മാ ഒരാൾ വായിച്ചു പോകുന്ന ആൾക്ക് ഒരു ഗൗരവം തോന്നില്ല. പക്ഷെ സീരിയസ് ആയി പഠിക്കുന്ന ഒരാൾക്ക് നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നാൽ ആ വാക്യങ്ങളോടൊന്നും ഇസ്രായേലിലെ രാജാക്കന്മാർ വേണ്ട വിധത്തിൽ പ്രതികരിച്ചില്ല, ബഹുമാനം കൊടുത്തില്ല. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 22:9 നമ്മൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുതെന്ന്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. അങ്ങനെ നിസ്സാരമാക്കിയാൽ പാപം കടന്നു വരും, അതിൻ്റെ പിന്നിൽ മരണമായിരിക്കും വരുന്നത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ പാപം വരും. പാപം വന്നാൽ ഉറപ്പാണ് മരണം സംഭവിക്കും. അതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇസ്രായേല് ദൈവത്തിൻ്റെ വിശുദ്ധമായ പ്രമാണങ്ങൾക്ക് കൊടുക്കേണ്ട ഗൗരവം കൊടുത്തില്ല. അവർക്ക് ബോധിച്ചതുപോലെ പല കാര്യങ്ങളും ചെയ്തു. ആ കാലഘട്ടത്തിൽ സംഭവിച്ച 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്ന്, യോശിയാവിൻ്റെ കാലത്ത്, യോശിയാവ് എന്ന് പറയുന്നത് തെക്കേ ദേശത്ത് അഥവാ യഹൂദയിലെ ഭക്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് യഹൂദിയിലും യെരുശലേമിലും എല്ലാം ഒരു കൂരിരുൾ ബാധിച്ചതുപോലത്തെ ഒരു കാലമാണ്. യെരുശലേം ദൈവാലയമൊക്കെ നെബൂഖദ്നേസറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവന്മാര് ഒരു പരുവത്തിലാക്കിയായിരുന്നു. അശുദ്ധമായ നിലയിലായിരുന്നു കാര്യങ്ങൾ, അശുദ്ധമായ നിലയിൽ. അതൊക്കെ അടച്ചുപൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പോയാൽ നമുക്ക് പഠിക്കാം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, എനിക്കതിൻ്റെ സീരിയസ് ആയ സബ്ജക്റ്റിലേക്ക് വരണം. അതിനെ ഒരു ഒരുക്കമാണ് ഞാൻ ഈ ഒരുക്കുന്നത്. അപ്പോൾ യോശിയാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭക്തനായിരുന്നു, ദാവീദിൻ്റെ വഴികളിൽ നടന്നവനായിരുന്നു. അങ്ങനെ ആ സമയത്ത് മഹാപുരോഹിതന്മാരെയും മറ്റ് പുരോഹിതന്മാരെയും ഒക്കെ ചട്ടം കെട്ടി ആലയം ശുദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു. അവർ ദൈവാലയത്തിൽ കടന്നു വന്ന് മലിനതകളെല്ലാം അടിച്ചു മാറ്റി, എല്ലാം തൂത്ത് തുടച്ച് കഴുകി എന്നൊക്കെ പറഞ്ഞതുപോലെ അതിലെ മലിനതകളെല്ലാം മാറ്റി അങ്ങനെ പോകുമ്പോൾ ഉണ്ട് ന്യായപ്രമാണ പുസ്തകം അവർക്ക് ലഭിക്കുകയാണ്. അവിടെ നിന്ന് ന്യായപ്രമാണ പുസ്തകം ലഭിക്കുന്നു. ആ പുസ്തകം ലഭിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. ആ പുസ്തകത്തിലെ കാര്യങ്ങൾ പുരോഹിതന്മാർ വന്ന് യോശിയാവിൻ്റെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷ നിമിത്തം വസ്ത്രം കീറിയെന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരമാണ് അതിലൂടെ താൻ കേട്ടത്. താന് സന്തോഷം കൊണ്ടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എത്ര കുറ്റകരമായ കാര്യങ്ങളാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ വസ്ത്രം കീറിയെന്നാണ് വായിക്കുന്നത്. തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ക്രമീകരിച്ചു, എല്ലാം ഓർഡറിലാക്കി. എന്നിട്ട് അദ്ദേഹം പെസഹ ആചരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ പറയുന്ന സമയം വരെ ഇതുപോലൊരു പെസഹ ഇസ്രായേലിന്റെ നടുവിൽ ആചരിച്ചിട്ടില്ലെന്ന്.
അപ്പം ദൈവം അതാത് സമയങ്ങളിൽ ഭക്തന്മാരെ എഴുന്നേൽപ്പിക്കും. നെഹമ്യാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ, ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഇവിടെ ഇതാ യോശിയാവിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അതായത് പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. ഓർഡർ തെറ്റി പറയുന്ന പോലെ തോന്നരുത്. രണ്ടും രണ്ട് സംഭവമായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയപ്പെട്ട സമയത്ത് യോശിയാവിൻ്റെ കാലത്ത് അതുപോലൊരു പെസഹ സംഭവിച്ചു. അവർ വചനത്തിലേക്ക് മടങ്ങി വന്നെന്ന്. അതുപോലെ തന്നെ പിന്നത്തേത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ്. അത് പ്രവാസാനന്തരം മടങ്ങി വന്നതിന് ശേഷം അവരൊരു കൂടാര പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ടാബർനാക്കൽ ഫീസ്റ്റ് എന്ന് പറയും, കൂടാര പെരുന്നാൾ. ആ കൂടാര പെരുന്നാളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ആ കൂടാര പെരുന്നാളിനെ കുറിച്ച് പറയുന്നത് യോശുവയുടെ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരു കൂടാര പെരുന്നാൾ നടത്തിയിട്ടില്ലെന്നുള്ളതാണ്. യോശിയാവിന്റെ സമയത്ത് ഒരു പെസഹ ആചരിച്ച കാര്യം പറഞ്ഞല്ലോ. അത് ശമൂവേലിന്റെ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരു പെസഹ ആചരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കൂടാര പെരുന്നാളിന്റെ കാര്യം പറയുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം, നൂന്റെ മകനായ യോശുവയുടെ കാലം മുതൽ അവര് അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പൊ ഒന്നും ചെയ്തിരുന്നില്ലെന്നാണോ അർത്ഥം? എന്തൊക്കെയോ ചെയ്തിരുന്നു. ഞാൻ ചുരുക്കി പറയാം, ഇത്രയേ ഉള്ളൂ പറഞ്ഞു വന്നതിൻ്റെ സാരം. അതായത് വലുവനായ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വേണ്ട വിധത്തിൽ ഇവർ അനുസരിച്ചില്ല. യെരുശലേമിന്റെ മതിലിനകത്ത് ഇവർ വിഗ്രഹാരാധന ആരംഭിച്ചു. യെരുശലേമിന്റെ മതിലിനകത്ത് അന്യാരാധന ആരംഭിച്ചു. സ്വർഗത്തിലെ ദൈവം വെറുതെ ഇരിക്കുവോ? അപ്പോ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ നടുവിൽ അയച്ച് ഇടതടവില്ലാതെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം, 2 Chronicle chapter 36, 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ അയച്ചു തൻ്റെ ദൂതന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരെ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിയില്ലാതെയാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. തത്തുല്യമായ ഒത്തിരി വാക്യങ്ങൾ യിരെമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. ഇടതടവില്ലാതെ അയച്ചെന്ന് പറയുന്ന വാക്യങ്ങൾ കുറേയുണ്ട്. തൻ്റെ പ്രവാചകന്മാരെ ഇടതടവില്ലാതെ അയച്ച് ബുദ്ധി ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന പാതയെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പാതയല്ല, അതുകൊണ്ട് നിങ്ങൾ പഴയ പാതയിലേക്ക് മടങ്ങി വരുവിൻ, എന്നിട്ട് ഉപദേശം കൈക്കൊള്ളുവിനെന്നാണ് യിരെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്. നിങ്ങൾ പഴയ പാതയിലേക്ക് മടങ്ങി വരണം, ഉപദേശം കൈക്കൊള്ളണം, നിങ്ങളുടെ പിതാവായ ദാവീദ് നടന്ന വഴിയിലേക്ക് വരണം, ദാവീദ് നടന്നതായ വഴികളിലൂടെ നടക്കാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം എന്നുള്ള കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു വെച്ചത്. അതുപോലെ അവരുടെ വിശുദ്ധ പ്രവാചകന്മാരായ മോശയും അതുപോലെയുള്ളവരും ഒക്കെ അവർക്ക് തുറന്നു കൊടുത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവർ അകന്നുപോയി. ആ കാരണങ്ങളാലെല്ലാം ഇപ്പൊ വായിച്ചതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ. ഉപശാന്തിയില്ലാതെയാകും വണ്ണം ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. യിരെമ്യാവിനെ പൊട്ടക്കിണറിലിട്ടു, പിന്നീട് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. ആ കാലഘട്ടത്തിൽ ഒരു കള്ളപ്രവാചകനായ പശൂർ എന്ന് പറയുന്നവൻ യിരെമ്യാവിന്റെ കരണത്തടിച്ചു. അങ്ങനെ എന്തെന്തെല്ലാം കാര്യങ്ങളാണ്. യിരെമ്യാവിനും വർഷങ്ങൾക്ക് മുമ്പ് മീഖ അവരുടെ നടുവിൽ പ്രവചിച്ചു നടന്ന മനുഷ്യനാണ്. മീഖ പ്രവാചകൻ സിയോനെ വയല് പോലെ ഉഴുതുമറിക്കുമെന്ന് മീഖ പ്രവചിച്ചു. അതേ കാര്യം യിരെമ്യാവ് എടുത്തു പറയുന്നുണ്ട്, സിയോനെ വയല് പോലെ ഉഴുതുമറിക്കുമെന്ന്. നോക്കണം, ഒരു പ്രവാചകനിലൂടെയല്ല പറഞ്ഞത്, പലരിലൂടെ ഇടതടവില്ലാതെ പലപ്പോഴായിട്ട് പറഞ്ഞ് അവർക്കൊരു മനസാന്തരത്തിന് വേണ്ടി സ്വർഗം കാത്തിരുന്നു. അനവധി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അവർക്ക് ഒരു മനസാന്തരം ഉണ്ടായില്ല. ഞങ്ങൾ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നയാ, നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ പാട്ടിന് പോകുന്നുള്ള രീതിയിലാണ് ഇരിപ്പും ഭാവവും ഒക്കെ. നിങ്ങളുടെ അല്ല കേട്ടോ, അവിടുത്തെ ഇസ്രായേലുകാരുടെ ഇരിപ്പും അവരുടെ ചിന്തകളും ഒക്കെ. യിരെമ്യാവ് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഹീബ്രുവും പിന്നെ അരാമിക്കും അതിൻ്റെ പല വേർഷനും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അതിലൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരാന്നുള്ള രീതിയിലാണ് എല്ലാ പുള്ളികളും നടന്നത്. ഒടുക്കം നെബൂഖദ്നേസറിന്റെ രഥം ഉരുണ്ടുരുണ്ടു വന്നു.
അതിനു മുമ്പ് സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനിലൂടെ പറഞ്ഞു, വടക്ക് നിന്ന് അനർത്ഥം വരുന്നു, വടക്ക് നിന്ന് അനർത്ഥം വരുന്നു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവര് പറഞ്ഞത് തമാശയാന്നാ പറഞ്ഞത്. യിരെമ്യാവ്, അതായത് ഇസ്രായേൽ ജനത്തിന് ഫേവറായിട്ടല്ല പ്രസംഗിക്കുന്നത്, പ്രവചിക്കുന്നത്. എല്ലാ കാലത്തും ജനം ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് ഫേവറായിട്ട് പ്രസംഗിക്കണം, പഠിപ്പിക്കണം എന്നൊക്കെയാണ്. അങ്ങനെയാണ് എല്ലാ കാലത്തും ആളുകളുടെ ആഗ്രഹം. അങ്ങനെ കേൾവിക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല സ്വർഗത്തിൽ നിന്ന് അസൈൻ ചെയ്ത് വിട്ടിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാര് സംസാരിക്കുന്നത്. അവര് ദൈവത്തിന്റെ ആലോചനയാണ് പങ്കുവെക്കുന്നത്. അത് കേൾക്കാനും ഏറ്റെടുക്കുവാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. പക്ഷെ അവരത് ചെയ്തില്ലെന്നേ, അവരത് ചെയ്തില്ല അല്ലേ? ഈ പറഞ്ഞതിൽ നിന്നല്ല പിക്ചർ തെളിഞ്ഞില്ലേ? വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. അപ്പൊ പിക്ചർ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ദിവസം നെബൂഖദ്നേസറിന്റെ രഥം വരും. അത് ഓർക്കാപ്പുറത്തൊന്നും വന്നതല്ല, ഓർക്കാപ്പുറത്തൊന്നും വന്നതല്ല. മതിൽ പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നെബൂഖദ്നേസറിന്റെ രഥം വന്നത്. നെബൂഖദ്നേസറിന്റെ രഥം വന്ന് ഇവിടെ ഇരിക്കുന്ന കല്ലും മണ്ണുമാണ് ഇടിച്ചു മറിച്ചത്. അതിനു മുമ്പ് അവിടെ ആർക്കും കാണാൻ കഴിയാത്തൊരു ദൈവിക സംരക്ഷണയുടെ മതിലുണ്ടായിരുന്നു. ആ മതിലെല്ലാം തകർക്കപ്പെട്ടു. അതായത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കണമെങ്കിൽ നിങ്ങളുടെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പരമപരിശുദ്ധനായ ദൈവം നിങ്ങളുടെ നടുവിൽ വസിക്കണമെങ്കിൽ നിങ്ങളുടെ ക്യാമ്പ്, നിങ്ങളുടെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു അശുദ്ധിയും പാടില്ല. ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു അശുദ്ധിയും നിങ്ങളുടെ ഇടയിൽ പേർവറക പോലും വരുത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ആ കാരണത്താൽ മതിൽ തകർന്നു പോയി എന്നാ പറഞ്ഞത്. ഒരു സാധാരണ മനുഷ്യൻ വായിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസറിന്റെ പട്ടാളം വന്ന്, നെബൂഖദ്നേസറിന്റെ സൈന്യം വന്ന് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം. ഞാനും നിങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷെ വെളിപ്പാടിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിലെ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നോക്കണം, ഈ യെരുശലേമിലെ ദൈവാലയം പണിയുന്നത് ശലോമോനാലാണെന്ന് നമുക്കെല്ലാം അറിയാം. യെരുശലേം ദൈവാലയം പണിയുന്നത് ശലോമോനാണ്. ശലോമോന്റെ അപ്പനായ ദാവീദിനാണ് യെരുശലേം ദൈവാലയം പണിയാനുള്ള അതിന്റെ സ്കെച്ചും പ്ലാനെല്ലാം ലഭിച്ചത്. അതിന്റെ അളവെല്ലാം കിട്ടിയത് ദാവീദിനാണ്. പണി മാത്രമാണ് ശലോമോൻ നടത്തിയുള്ളൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചട്ടം കൂട്ടിയതും എല്ലാം ശേഖരിച്ചതും ഒക്കെ ദാവീദ് തന്നെയാണ്. അങ്ങനെ ഉയരത്തിൽ നിന്ന് ലഭിച്ച ആലോചനയാൽ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും 7 കൊല്ലക്കാലം എടുത്തുകൊണ്ടാണ് യെരുശലേമിലെ മഹത്തായ ദൈവാലയം പണിതത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമായിരുന്നു യെരുശലേം ദൈവാലയം എന്ന് പറയുന്നത്. അതിന്റെ മനോഹാരിതയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ഒരു ദൈവാലയം. അത് ആരുടെ ഹിതപ്രകാരം പണിതതാ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതപ്രകാരം പണിതതാ. അത് തകർക്കാൻ ഓർഡർ ഇട്ടതും ആരാ? അതിന് 2 വശമാണുള്ളത്. ആ പണിത് ശലോമോനാണെങ്കിൽ ശലോമോന്റെ പിൻതലമുറക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അത് തകർത്ത് കളഞ്ഞതും. ഒരു ആംഗിളിൽ നിന്ന് നോക്കി അങ്ങനെ പറയാം. തൻ്റെ പിൻഗാമികളാണ് അത് തകർത്തതെന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നോക്കുമ്പോൾ തകർത്തത് നെബൂഖദ്നേസർ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അതിന് അനുവാദം കൊടുത്ത ആരാ? സ്വർഗത്തിലെ ദൈവം തന്നെയാണ് അതിന് അനുവാദം കൊടുത്തത്. അപ്പൊ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു, അതായത് ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ അവർ കഷ്ടങ്ങളിലൂടെ പീഡകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലേ? കഷ്ടങ്ങൾ ഉപദ്രവങ്ങളും ഏറ്റിട്ടുണ്ട്, വലിയ പീഡനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ 2 വശം ഞാൻ പറഞ്ഞു. ഒന്ന്, അവരെ സ്ട്രെങ്തൺ ചെയ്യാൻ, ശക്തീകരിക്കാൻ പാകത്തിനാണ് കഷ്ടങ്ങൾ അനുവദിച്ചത്. അതാണ് അതിൻ്റെ ആദ്യത്തെ ഫേസ് പറഞ്ഞത്. ഇപ്പൊ 2ാമത്തെ ഫേസ് പറയാനാണ് ഞാൻ ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത്. അതായത് യെരുശലേമിന്റെ മതിൽ പൊളിഞ്ഞ കാര്യം. മതിൽ പണിയാനും അതിനകത്തുള്ള ആലയം പണിയാനും ഒക്കെ അളവും പ്ലാനും ആലോചനയും എല്ലാം കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. അതിന്റെ പ്രാകാരത്തിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് 2 കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ അതിലേക്ക് ദൈവത്തിന്റെ മഹത്വമാണ് ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ മഹത്വം, ബലിപീഠത്തിലിരുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങി വന്നു. അങ്ങനെ ആരംഭം കുറിച്ചതാണ് യെരുശലേമിലെ ദൈവാലയം. അത് തകർക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം അനുവാദം കൊടുത്തു. കാരണം എന്നാ? ഇസ്രായേലിനെ ചിലത് പഠിപ്പിക്കാനുണ്ട്. എവിടെ, എങ്ങനെ പഠിപ്പിക്കും?
അവരെ ഇവിടെ ഇട്ടുകൊണ്ടല്ല പഠിപ്പിക്കുന്നത്, അവരെ ഇവിടെ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയിട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ പ്രൊഫസർ എന്ന് പറയുന്നത് മഹാനായ നെബൂഖദ്നേസറാണ് അവിടുത്തെ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്നത്. ഇസ്രായേലിന് അഡ്മിഷൻ കൊടുക്കുന്ന ബാബേലിലെ കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ പേരാണ് നെബൂഖദ്നേസർ. പിന്നെ അവിടെ ഒത്തിരി പ്രൊഫസർമാരും ലെക്ചർമാരൊക്കെ ഉണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ പാകത്തിന്. ഇവിടെ ഇട്ടിട്ട് തൻ്റെ ദാസന്മാർ സൗമ്യതയുള്ള പ്രവാചകന്മാരിലൂടെ ഒന്നും പറഞ്ഞിട്ട് ഇവർ പഠിക്കുന്നില്ല. മനസ്സിലായില്ല അല്ലേ? ഇവിടെ ഇരമ്യാവ് പ്രവാചകനും അങ്ങനെയൊക്കെയുള്ള ടീച്ചേഴ്സ് ഒന്നും പഠിപ്പിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും തലേ കയറുന്നില്ല. എന്നാൽ ശരി, തലേ കയറുമെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. അങ്ങനെയാണ് എല്ലാത്തിനും തൂക്കിയെടുത്തുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ക്ലാസ്സൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതായത് ദിനവൃത്താന്ത പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, സ്ത്രീകളെയും വൃദ്ധന്മാരെയും കുട്ടികളെയും ആദരിക്കാത്ത ഉഗ്രന്മാരായ ഒരു ജാതിയുടെ ഒരു നേഷനിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നത്. അതേ കാര്യം തന്നെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലുണ്ട്. ആ സെയിം കാര്യം തന്നെ അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ സ്വർഗം അനുവദിച്ചു. പറഞ്ഞു വരുന്നതിന്റെ സാരം എന്നാ? തൻ്റെ ജനമായ ഇസ്രായേലിന് പ്രവാസത്തിലേക്ക് പോകുവാൻ ദൈവം അനുവദിച്ചു. മതിൽ പൊളിയുന്ന കാര്യത്തിൽ ദൈവം അനുവദിച്ചു. യെരുശലേമിലെ ദൈവാലയം തീ വെച്ചപ്പോഴും സ്വർഗത്തിലെ ദൈവം നോക്കി നിൽക്കുക. ദൈവം എല്ലാം കാണുന്നുണ്ട്. അതിലെ പൊൻപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ വലിയ വാല്യൂ ആണ്. ഞാൻ ഉദ്ദേശിച്ച വാല്യൂ എന്ന് വെച്ചാൽ അതിന് വിലമതിക്കാനാകാത്തതാണത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ പകരപ്പെടുന്ന പാത്രങ്ങളാണത്. അവിടെ സെർവ് ചെയ്യുന്ന പാത്രങ്ങളാണ്. അതൊക്കെയാണ് എടുത്തുകൊണ്ട് പോയത്. പൊൻപാത്രങ്ങളാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് അതൊക്കെ വേണേൽ തടുക്കാം. അങ്ങനെയൊന്നും ചെയ്തില്ല. അത് ദൈവം അനുവദിച്ചു. അതുപോലെ തന്നെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഈ സകല കാര്യങ്ങളിലും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ദൈവം അറിയാതെയല്ല. ഭാരതത്തിലെ സഭയെ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ കണ്ടെത്തലാണ് പറയുന്നത്. ഞാനീ പറയുന്നത് എൻ്റെ അടുത്ത സ്നേഹിതരായ ഒത്തിരി ദൈവദാസന്മാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അവർ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ കല്ലെറിയും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ദൈവം അറിയാതെയാണോ ശ്രീമാൻ നരേന്ദ്രമോദി ആ കസേരയിൽ വന്നിരിക്കുന്നത്? അങ്ങനെയാണോ നമ്മൾ പഠിച്ച പുസ്തകത്തിൽ കാണുന്നത്? ദൈവം അറിയാതെയാണോ? ദൈവം അറിഞ്ഞു തന്നെയാണ്. ഈ വടക്കേ ഇന്ത്യയിലെയൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് ഇവിടെയൊക്കെയുള്ള പല സഹോദരങ്ങൾക്കും വേണ്ട വിധത്തിൽ അറിവില്ല. അവിടെ ഭക്തിക്കൊത്ത് ജീവിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. പലതരക്കാരുണ്ട് അവിടെ. ഈ അടുത്തിടയ്ക്ക് ബീഹാറിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് മലയാളക്കരയിൽ നിന്ന് അവിടെ പോയി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരുടെ കാര്യമല്ല പറഞ്ഞത്. തദ്ദേശീയരായ ആളുകൾ വർഷങ്ങളായി ഈ മാർഗത്തിൽ വന്ന് ശുശ്രൂഷ നിൽക്കുന്നവരുണ്ട്. അതിൽ ചില പ്രിയപ്പെട്ടവരുടെ കാര്യം അദ്ദേഹം പറഞ്ഞു വരികയായിരുന്നു. അതായത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. അതുപോലെ വേറെ ചില കാര്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഫീസ് കൊടുക്കണം, പൈസയൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ പ്രാർത്ഥിക്കുകയുള്ളൂ. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അതെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പലരും പലവിധമായ സപ്പോർട്ടുകളിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അതായത് ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. ആ ബോർഡിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ഒരു പക്ഷേ ഷിലോഹാം മിനിസ്ട്രി എന്നായിരിക്കും. അത് ഓസ്ട്രേലിയക്കാരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത പെയിന്റ് കൊണ്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. ആ ബോർഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഗിലയാദ് മിനിസ്ട്രി എന്നായിരിക്കും. അത് വെളുത്ത പെയിന്റിൽ കറുത്ത പെയിന്റ് കൊണ്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അത് അമേരിക്കക്കാരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇടും. ഇങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നതെന്ന് അറിയാവോ? അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട സംഘങ്ങൾക്കൊക്കെ വരുന്ന സാമ്പത്തികം വരുന്ന ബാങ്കിങ് മേഖലയിലേക്ക് പണം വരുന്നതായ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അതൊക്കെ ക്ലോസ് ചെയ്തു അല്ലേ? അതായത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷനുകൾക്ക്, അതുപോലെ ഈ പട്ടത്ത സഭകളാകട്ടെ, എല്ലാവർക്കും A to Z എല്ലാവരെയും കൂട്ടിയേക്കാം, എല്ലാവർക്കും വന്നുകൊണ്ടിരുന്ന സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം കട്ട് ചെയ്തു. അതും ദൈവം അറിയാതെയാണോ? അതൊക്കെ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തത്. അതെല്ലാം ദൈവം അറിഞ്ഞു തന്നെയാണ്. അപ്പോൾ എന്താ സഹോദരങ്ങൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഭാരതത്തിലെ സഭ വചനത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. വേഗം ഞാൻ ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ തുറക്കുകയാണ്. അതായത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്
നമ്മൾ ക്രിസ്തീയ സഭയുടെ ഒരു ആരംഭം കുറിക്കപ്പെടുന്ന കാഴ്ച കാണുന്നത്. 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ഗംഭീരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലൂടെയാണ് സഭയുടെ ആരംഭം കുറിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന പരിചിതമായ കാര്യമാണ്. അതായത് അവിടെ ഓടിക്കൂടി ഏതാണ്ട് ഒരു 3000-ഓളം ആളുകൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് പത്രോസ് കൊടുക്കുന്നത്. പത്രോസ് അവരോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അടുത്ത പാരഗ്രാഫ് ആരംഭിക്കുന്നത് 43-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്: എല്ലാവർക്കും ഭയമായി എന്നാണ്. എല്ലാവർക്കും ഭയമായി. ക്രിസ്തീയ സഭ പിറന്നു വീണേട്ടേ ഉള്ളൂ, ആരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് നടക്കുന്നതായ പല കാര്യങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് എല്ലാവർക്കും ഭയമായി. ഈ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ ദിവസങ്ങൾ മുൻപോട്ട് പോയിട്ടുണ്ടാകും. 43 മുതൽ താഴേക്കുള്ള അവസാനത്തെ വാക്യം വരെയുള്ള ആ ഭാഗം എന്ന് പറയുന്നത് ആ സെയിം ഡേയിലെ കാര്യമല്ല, അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകൾ മുന്നോട്ട് പോയി കാണും. അങ്ങനെ മുൻപോട്ട് പോയ സമയത്ത് ആ ദേശത്ത് എല്ലാവർക്കും ഭയമായി എന്നാണ്. ക്രിസ്തീയ സഭയുടെ മുന്നേറ്റം കണ്ടിട്ട്, അവർ അധികാരത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭയമായെന്ന്. എന്നാൽ അത് ഞാൻ നേരെ തിരിച്ച് ഇന്നത്തെ സമയത്തേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ സമയത്ത് നാട്ടിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന ആയ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ദൈവജനങ്ങൾക്ക് ഭയമായി എന്നുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ജനത്തിന് ഭയം വന്നെന്നാണ് പഠിക്കുന്നത്. പക്ഷെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ദൈവജനം ഭയന്നു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, പൊതുവിലാണ് പറയുന്നത്. പൊതുവിൽ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ക്രൈസ്തവ ലോകം ഒരു ചെറിയ ഭയപ്പാടിലാണെന്നാണ് പൊതുവെ പറയുന്നത്, ഒരു ഭയപ്പാടിലാണെന്ന്. അപ്പം 2-ാം അധ്യായത്തിലെ ആ വാക്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ തന്നെ ഞാൻ ഒരു പഴയ ഇൻസിഡൻറ്റും കൂടെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാം. അതായത് ഇസ്രായേൽ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് അവർ മുൻപോട്ട് വരികയാണ്. അങ്ങനെ മരുഭൂമിയും കഴിഞ്ഞ് അവർ യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് യോശുവയാണ് അവരുടെ ലീഡർ. യോശുവയുടെ കാലത്താണ് അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം ജസ്റ്റ് ഒന്ന് കാണിക്കാം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അതിന് തൊട്ട് മുകളിലുള്ള 10 കൂടെ ചേർത്ത് വായിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. 2 പേരെ യോശുവ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുവാൻ വേണ്ടിയിട്ട് യെരിഹോവിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹാബ് എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ചെല്ലുന്നതും അവളുമായിട്ടുള്ള കോൺവെർസേഷനാണ് ഈ 2-ാം അധ്യായത്തിൽ ഈ 10 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാഹാബ് ഈ ചെന്ന സഹോദരന്മാരോട് പറയുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ പുറപ്പെട്ടു വന്നതും അമോര്യ രാജാക്കന്മാരായ സിഹോനോടും ഓഗിനോടും ഒക്കെ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ഈ ദേശത്തുള്ള ആളുകളൊക്കെ കേട്ടിരിക്കുന്നു. അതൊക്കെ കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്, കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഇതാരാ പറയുന്നത്? വിജാതീയ പശ്ചാത്തലത്തിലുള്ള ഒരു സഹോദരി പറയാണ്. തൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അതായത് യെരിഹോവിൽ വന്ന് ദൈവം എന്തെങ്കിലും കാണിച്ചിട്ടാണോ ഈ സഹോദരി അങ്ങനെ പറഞ്ഞത്? അതായത് തൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമിയിലൂടെ നടത്തി യോർദാനും കടത്തി ഇവിടം വരെ കൊണ്ടുവന്നപ്പോൾ ദൈവം അവരുടെ നടുവിൽ ചെയ്തതും അവർ മേഘത്തിന് കീഴിൽ സഞ്ചരിച്ചതും അങ്ങനെ അനവധി കാര്യം പറയാനുണ്ട്. ഈ കാരണങ്ങളാൽ എല്ലാമാണ് അത് കേട്ടപ്പോൾ മേഘത്തിന് കീഴിൽ സഞ്ചരിച്ചു വരുന്ന ജനം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും. മേഘം നീങ്ങുന്നതിനനുസരിച്ച് അവരുടെ ക്യാമ്പ് മുന്നോട്ട് നീങ്ങും. മേഘം നീങ്ങില്ല, അത്ര തന്നെ. അങ്ങനെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ തന്നെ മുൻപോട്ട് വരികയാണ്. അപ്പോൾ അതിനിടയിൽ ഒത്തിരി അബദ്ധങ്ങളില്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ട്. അതിനൊക്കെ തക്കതായ ശിക്ഷ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജനറലായിട്ടാണ് ഞാൻ പറയുന്നത്, പൊതുവായി പറയുമ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കണം. അങ്ങനെ ഈ ജനം മുൻപോട്ട് മാർച്ച് ചെയ്ത് വന്നപ്പോൾ വിജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകളെല്ലാം ഭയന്നുപോയി, അല്ലേ? മേഘത്തിൻ കീഴിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തദ്ദേശീയർ ഭയന്നുപോയി. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിക്കുകയാണ്. പാപത്തിന്റെ ചങ്ങലകളാൽ അടിമത്തത്തിൽ കിടന്ന, സാത്താന്റെ ബന്ധനത്തിൽ കിടന്ന ജനം വിടുവിക്കപ്പെട്ടു വരികയാണ്.
അങ്ങനെ സഭ മുഖാന്തരം വിടുതൽ അനുഭവിച്ച് മുൻപോട്ട് വന്ന ആളുകൾ ദൈവരാജ്യ നിമിത്തം മുന്നോട്ട് ചലിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ദേശത്തെല്ലാവർക്കും ഭയം വന്നെന്നാണ് വായിക്കുന്നത്. ദേശത്തെല്ലാം ഭയം വന്നു. ഈ ഭാരതദേശത്തും ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ AD 52 തോമസ് ലീഗ വന്നു, അന്നുണ്ടായ കാര്യമല്ല ഞാൻ പറയുന്നത്. സത്യസുവിശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രഘോഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് മൂവ്മെന്റിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. തുറന്നു പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ആരംഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ, അതിന്റെ തുടക്ക സമയത്തൊക്കെ കണ്ടും കേട്ടും നിന്ന ആളുകൾ ഇതിങ്ങനെ പോയാൽ എന്തായി തീരുമെന്ന് ചോദിച്ച ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഭയന്നു പോയിട്ടുണ്ട്. ആ മുന്നേറ്റം കണ്ടിട്ട് വലിയ മുന്നേറ്റമായിരുന്നു. അങ്ങനെ മുന്നേറി വന്ന ആ ഒരു സമൂഹം കാലങ്ങൾ കടന്നു പോയപ്പോൾ അതിൻ്റെ തനിമയൊക്കെ പോയി. അന്ന് അവർ മേഘം ചലിക്കുന്നതിനനുസരിച്ച് മാത്രമാണ് ചലിച്ചിരുന്നത്. മേഘം ചലിച്ചില്ലെങ്കിൽ, അതായത് ദൈവാലോചന ഇല്ലാതെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. അവിടെ പ്രസിഡന്റും ഖജാൻജിയും പരിപാടിയൊന്നും അല്ലായിരുന്നു അത് തുടങ്ങി വന്നപ്പോൾ. അവിടെ എല്ലാം നായകനായിട്ട് പരിശുദ്ധാത്മാവാണ് ഉണ്ടായിരുന്നത്. അവർ വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ചുറ്റുപാടിലും ഒക്കെ ഒരു ഭയപ്പാടുണ്ടായി. അപ്പൊ എങ്ങനെ പോയൊരു സമൂഹമാ ഇതാ? തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല എന്ന നിലയിൽ തന്നെ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോയൊരു സമൂഹം. അങ്ങനെ ആരുടെയും തോളത്ത് അവർ കൈയിടില്ലായിരുന്നു. അവരുടെ മീറ്റിങ്ങുകളാകട്ടെ, അവരുടെ പ്രധാനപ്പെട്ട വലിയ കൺവെൻഷൻ എന്നൊന്നും പറയാനില്ല അന്നത്തെ കാലത്ത്. അങ്ങനത്തെ കൊച്ചു കൊച്ചു ഉണർവ് യോഗങ്ങൾ, ആ ഉണർവ് യോഗങ്ങളിലൊന്നും വി ഡി സതീശനോ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ അമിത് ഷാജിയോ ഒന്നും അല്ല പ്രസംഗിച്ചിരുന്നത്. അഭിഷേകം പ്രാപിച്ച ഭക്തന്മാരായ ദൈവദാസന്മാരായിരുന്നു ദൈവവചനം ഘോഷിച്ചിരുന്നത്. അതിന് തെളിവ് ഞാൻ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം തുറന്ന് ഇന്നത്തെ കാര്യങ്ങളുമായിട്ട് ഞാനൊന്ന് കൂട്ടിമുട്ടിക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോ 2-ാം വാക്യം ഒന്ന് വായിച്ച് സൗരി. അതിന്റെ 1-ാം വാക്യത്തില് അപ്പോസ്തലന്മാര് ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പടനായകന്മാരും പുരോഹിതന്മാരും അങ്ങനെ സദൂക്യ പക്ഷത്തുള്ള ആളുകളൊക്കെ ഇവരുടെ നേരെ വന്നു. അവർക്ക് ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് നിങ്ങൾ 2-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കിയാലും നീരസപ്പെട്ടു. നമ്മൾ സാധാരണ ഓടിച്ച് വായിച്ചു പോകും. അങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ശാന്തമായി നിന്ന് നോക്കണം. അതായത് അപ്പോസ്തലന്മാർ ജനത്തെ ഉപദേശിക്കിയാലും, അപ്പോസ്തലന്മാര് ജനത്തെ ഉപദേശിക്കുകയാണ്. ജനം എന്ന് പറഞ്ഞാൽ ഏത് ജനമാ? അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപദേശിക്കാനായിട്ട് കൈക്കീഴി കിട്ടിയിരിക്കുന്ന യഹൂദന്മാരാണ്. അവരെ യഹൂദന്മാരുടെ ഇടയിലാണ് ഉപദേശിക്കുന്നത്. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ മതമണ്ഡലത്തിൽ അവർക്ക് ലീഡേഴ്സ് ഉണ്ട്. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഉണ്ട്, സൻഹെദ്രി സംഘമുണ്ട് എന്ന് വേണ്ട. അവർക്ക് ഈ ടെമ്പിൾ ഗാർഡ്സും അങ്ങനെയൊക്കെയുള്ള പടനായകന്മാരെന്നൊക്കെ വായിച്ചില്ലേ? അത് റോമൻ പടനായകന്മാരുടെ കാര്യമല്ല, മഹാപുരോഹിതന്റെ സേവകന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കൂട്ടങ്ങളാണ്. അപ്പോൾ ഇത്തരക്കാരൊക്കെ ലൈവായിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ നടുവിൽ അവരുടെ അടുക്കൽ വരുന്ന ആളുകളോട് ഈ അപ്പോസ്തലന്മാര് ഉപദേശിക്കാൻ ആരംഭിച്ചു. ഇവരുടെ കയ്യിൽ ഉപദേശമുണ്ട് കേട്ടോ, ഡോക്ടറിനുണ്ട്. ഇവർ ഉപദേശിക്കാൻ ആരംഭിച്ചു, ഇവർ സുവിശേഷിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് എന്താ ഇവർ സുവിശേഷിക്കുന്നത്? മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും. അതായത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും ക്രൂശുമരണവും അടക്കപ്പെടലും ഉയർത്തെഴുന്നേൽപ്പും അതെല്ലാം ആധാരമാക്കിക്കൊണ്ട് ഇവർ സംസാരിക്കുകയാണ്. അപ്പൊ അവരുടെ സംസാരത്തിന്റെ പാറ്റേൺ നോക്കുക. അവർ കാതലായി ഊന്നി പറയുന്ന കാര്യങ്ങളാണത്. അതെല്ലാം പറഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട ആളുകളൊക്കെ നീരസപ്പെട്ടു. നോക്കണം. അപ്പോ സത്യവചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നോ ഉപദേശിക്കപ്പെടുന്നോ അവിടെയെല്ലാം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകൾക്ക് നീരസം ഉണ്ടാകും. അല്ലാതെ അവരെല്ലാം വിളിച്ചിട്ട് കൊള്ളാം, ഓ തിരക്കേടില്ലായിരുന്നു, പത്രോസൊക്കെ ഇത്ര മിടുക്കനാന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്നൊന്നും അന്നാസും കയ്യഭാവും പറഞ്ഞില്ല. അങ്ങനെയൊന്നും ഷെയ്ക്കാൻ്റെ കൊടുത്ത് സബാഷ് ഒന്നും പറഞ്ഞില്ല. അവർ നീരസപ്പെട്ടു, ശരിക്കും നീരസപ്പെട്ടു. അങ്ങനെയല്ലേ കാണുന്നത്? അതെ, അവരെ പിടിച്ച് വൈകുന്നേരം വരെ, അതായത് റിമാൻഡിൽ വെച്ചു ഒരു രാത്രി.
ഒരു രാത്രി റിമാൻഡിൽ വെച്ചു എന്നാണ് വായിക്കുന്നത്, തടവിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ പരോക്ഷമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം കേട്ടോ, സബ്ജക്റ്റിൽ നിന്നൊന്ന് വെളിയിൽ പോയിട്ട്. അതായത് നോക്കണം, അപ്പോസ്തലന്മാരുടെ ഒരു രീതി, അവർ ജനത്തെ ഉപദേശിക്കാലും എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അവർ ജനത്തെ എല്ലാം കുർബാനയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നൊന്നും നമ്മൾ കാണുന്നില്ല. തുടർന്നുള്ള അധ്യായങ്ങളിലേക്കെല്ലാം വരുമ്പോൾ അവിടെ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒന്നും ഇവർ കുർബാന അർപ്പിച്ചതായിട്ട് യാതൊരു സൂചനകളും നമുക്ക് ലഭിക്കുന്നില്ല. അത് കുറേ വാക്യങ്ങളുണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ, സമയം പോയതുകൊണ്ട് അതെല്ലാം എടുക്കാനായിട്ട് ഇനി സാധ്യമല്ല. എന്നാൽ ദൈവം അനുവദിക്കുന്ന പോലെ നമുക്ക് പിന്നീട് ഒരു ദിവസം നോക്കാം. കുർബാനക്കാർക്കൊക്കെ ഒരു സമാധാനമാകാൻ ഭാഗത്തിന് ഇച്ചിരിയൊക്കെ പറയണമല്ലോ ആ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ സഹോദരങ്ങളെ, 2-ാം അധ്യായത്തിലും അതുപോലെ 4-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രായനായ യേശു, അതായത് ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടാണ് അവരുടെ മെസ്സേജുകളെല്ലാം മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ ഭക്തന്മാരായ വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതായത് അതിന് മുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താ, ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഉപദ്രവിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 23-ാം വാക്യം തുടങ്ങുന്ന, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. പിന്നെ അവരുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് സീരിയസ് ആയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസനു വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. ശ്രദ്ധിക്കണം, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി. അപ്പൊ ഈ 4-ാം അധ്യായവും 3-ാം അധ്യായമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യം ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്. അവരെല്ലാം അപ്പോസ്തലന്മാർക്കും കർത്താവിന്റെ സഭയ്ക്കും എതിരെ ഒരുമിച്ച് കൂടി നമുക്കറിയാം. പക്ഷെ ഇവരുടെ പ്രാർത്ഥനയിൽ വരുമ്പോൾ എങ്ങനെയാ വരുന്നത്, നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി എന്നാണ് വായിക്കുന്നത്. അതായത് അവിടെ ക്രിസ്തു എന്ന അഭിഷിക്തനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന് വിരോധമായി ആരൊക്കെയാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്? ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും അവിടെയുള്ള ജെന്റൈൽസ് എല്ലാം, പിന്നെ ഇസ്രായേലും, ഈ 4 കൂട്ടം ആൾക്കാർ. അപ്പോഴത്തേക്കും സകല സംവിധാനവുമായി അല്ലേ. ഒരിക്കലും യോജിക്കാത്ത 2 പേരാണ് ഹെരോദാവും പീലാത്തോസും. ആ 2 പുള്ളികളും യോജിക്കുന്ന ഒരു കാര്യത്തില. അതായത് ഒന്നുകൂടി ഒന്ന് കടത്തി പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ ഈ സുവിശേഷം അറിയിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, പാസ്റ്റേഴ്സ്, മിഷണറിമാർ അങ്ങനെയൊക്കെ ഉള്ളവർ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ എപ്പിസ്കോപ്പൽ സംഭവങ്ങളിലുള്ള ആളുകൾ മലയാളക്കരയിലൊക്കെ ഇരുന്ന് അരമനകളിലും മറ്റും മഠങ്ങളിലും ഒക്കെ ഇരുന്നുകൊണ്ട് അടക്കം പറയുമായിരുന്നു. ഇവന്മാര് പോയി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞ് അടി മേടിക്കും, ഇവന്മാരല്ലേലും അടി മേടിക്കും എന്നൊക്കെ ഈ പുള്ളികൾ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇവര് ഈ വീഞ്ഞൊക്കെ കുടിച്ചോണ്ട് കപ്പലണ്ടിയൊക്കെ കുറിച്ചോണ്ട് കാലുമേ കാലും കയറ്റി വെച്ചോണ്ടിരുന്നതാണ് ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒടുക്കം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, കന്യാസ്ത്രീ അച്ഛനും എന്ന് വേണ്ട എല്ലാ പുള്ളികളും സകല പുള്ളികളെയും ഇവർ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു കാലം വന്നില്ലേ. ഇവിടെ നമ്മൾ കാണുന്നത്, അതായത് ഹെരോദാവും പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനം മുഴുവനും ഒരുമിച്ച് കൂടി സത്യസഭയ്ക്കെതിരായി, ക്രിസ്തുവിനെതിരായി ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ സത്യസഭയ്ക്കെതിരായി ഒരുമിച്ച് കൂടി എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ സഭ ആരംഭിച്ചിട്ട് ആദ്യത്തെ ഒരു 40 വർഷത്തിന്റെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തീയ സഭ ഈ ഒരു 40 വർഷക്കാലം മഴയത്ത് നിൽക്കുന്നത് പോലത്തെ ഒരു അനുഭവമായിരുന്നു. ചൂടാൻ കുടയൊന്നും ഇല്ലായിരുന്നു. ഈ 40 വർഷക്കാലം തനിച്ച് നിന്ന് മഴ നനയായിരുന്നു. അപ്പോൾ ഒരു സൈഡില് റോമൻ ഭരണവർഗം, മറു സൈഡിൽ യഹൂദന്മാര്. ഈ 2 കൂട്ടരും 2 സൈഡിൽ നിന്നും കുന്തം കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നു അല്ലേ. റോമാക്കാര് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, മറു സൈഡിൽ യഹൂദന്മാരും ട്രീറ്റ് ചെയ്യുന്നു. ഈ 2 ട്രീറ്റ്മെന്റും അനുഭവിച്ചുകൊണ്ടാണ് ദൈവസഭ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവർ തനിച്ച് നിന്ന് മഴ നനയായിരുന്നെന്ന്. എന്നാൽ ആ 40 വർഷം കഴിയുമ്പോൾ, അതാണ് ഏകദേശം AD 70 എന്ന് പറയുന്നത്, ആ AD 70 ശേഷം, അതായത് ഇതുവരെ
ഈ റോമാക്കാര് ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലന്മാരെയൊക്കെ തടവിലാക്കുകയും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സമയത്തൊക്കെ യഹൂദന്മാരിരുന്ന് കൈയടിക്കുമായിരുന്നു. അല്ലേലും ഇവന്മാര് തലതിരിഞ്ഞ കുറെ ഉപദേശം കൊണ്ട് നടക്കുകയാണ്. യെരുശലേമിനെ മുഴുവനും ഇവരുടെ ആ ചീഞ്ഞളിഞ്ഞ ഉപദേശം കൊണ്ട് നിറച്ചു. ഇവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടിന് എപ്പോഴും ഒരു യേശു ക്രൂശിക്കപ്പെട്ടെന്നും ആ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള വ്യാജ കഥകളും കള്ളക്കഥകളും പറയാനാ നേരമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടന്നത്. അങ്ങനെ റോമാക്കാരുമായിട്ട് കൂട്ടൊക്കെ കൂടി രണ്ടു കൂട്ടരും കൂടി ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ, ആ സമയം എന്ന് പറയുന്നതാണ് ഏകദേശം AD 70. ആ AD 70-നോടനുബന്ധിച്ചുള്ള സമയം, നീറോയുടെ കാലം അങ്ങ് തീരാൻ തുടങ്ങുന്ന സമയം, അതായത് റോമൻ കൈസർമാര് യഹൂദന്മാരെയും പിടിക്കാൻ ആരംഭിച്ചു, കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഭൂലോകം മുഴുവനും പലായനം ചെയ്യുന്ന യഹൂദന്മാരെയാണ് കാണുന്നത്. AD 70 ലോകം മുഴുവനും പലായനം ചെയ്തു. ഒരു ചെറിയ ചിന്ത അതിലൂടെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെച്ചതാ. എന്താ ചിന്ത? ഇന്നലകളില് ചാരുകസേരയിലിരുന്ന് കൈയടിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളൊക്കെ. ഇപ്പൊ നോക്കി അവരും മഴ നനയാൻ തുടങ്ങിയെന്ന്. ഇപ്പോ വടക്കേ ഇന്ത്യയില് അച്ഛനെന്നോ കപ്പിയായിരുന്നോ പുണ്യവാളനെന്നോ കന്യാസ്ത്രീന്നോ ഒരു സ്ത്രീന്നോ ഒരു ഭേദമൊന്നുമില്ല. ക്രിസ്മസ് അപ്പൂപ്പനോ, എന്നാ അപ്പൂപ്പൻ, ആരുടെ അപ്പൂപ്പൻ എന്നാ ചോദിക്കുന്നത്. ഇവിടെയൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നതാ. ഇപ്പൊ അപ്പൂപ്പനൊന്നും നിലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പൂപ്പനെയൊക്കെ ഏറി കയറ്റി. അപ്പൊ അതിന്റെ സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ ഇവരെല്ലാം ഒന്നായിരുന്നു. ഇപ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അതിലൂടെ ഒരു ചിന്ത മുൻപിൽ വെക്കുന്ന ഇത്രയേ ഉള്ളൂ. എല്ലാ കാലത്തും ദൈവസഭയ്ക്കെതിരാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എല്ലാ കാലത്തും ദൈവസഭയ്ക്കെതിരാണ് ഭരണവർഗവും മതവും ഒക്കെ. നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ സഹോദരങ്ങളെ. ആ 27-ാം വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണം. അവിടെ നമ്മൾ കാണുന്നത് ഭരണകൂടത്തെയാണ്. ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും കൈ കൊടുത്ത് നിൽക്കുന്ന ഒരു നിപ്പ് ഭരണകൂടത്തെ കാണുന്നു. തൊട്ടു ചേർന്ന് കാണുന്നത് എന്താ? ജാതികളും ഇസ്രായേൽ ജനവുമായി. അതായത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ മഹാപുരോഹിതന്മാരും സെനഹദ്രി സംഘം ഒക്കെ അവിടെ വരുന്നുണ്ട്. അതായത് മതം അവിടെ വരുന്നുണ്ട്. ഭരണവർഗവും മതവർഗവും എല്ലാം കൂടെ ചേർന്ന് ദൈവസഭയെ പീഡിപ്പിക്കാൻ ആരംഭിക്കുന്ന കാര്യങ്ങളാണ് ആ പറയുന്നവര്. ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇത് മുൻപോട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ ദേശത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഇതൊരു വലിയ സമൂഹമായി മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വലിയ സമൂഹമൊക്കെ ആയിട്ട് മാറിയപ്പോൾ പിന്നെ വിശുദ്ധി വേർപാടെന്നൊക്കെ പറയുന്ന കാര്യത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലാതെ വന്നിട്ട്, അതായത് വലുവനായ ദൈവത്തെ ഇതിലെ ശുശ്രൂഷകന്മാർ കോപിപ്പിച്ചു. ഞാൻ ആത്മാവിൽ പറയാണ്. അതായത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത്, വിശേഷിച്ച് മലയാളക്കരയില് വലുവനായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള തന്റെ ഫെലോഷിപ്പുകളില്, അതുപോലെ ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്ന കൺവെൻഷനുകളിലാകട്ടെ, അവിടെയൊക്കെ പൊളിറ്റീഷ്യൻസിനെ, രാഷ്ട്രീയക്കാരെ വിളിച്ചു കയറ്റിയിട്ട് അവരെ കൊണ്ട് ഇവർ പ്രസംഗിപ്പിക്കാൻ ആരംഭിച്ചു. അവരെ കൊണ്ട് മത്തായി മർക്കോസൊക്കെ പ്രസംഗിപ്പിക്കുന്നത് എന്തൊരു ബാലിശ്യമായ കാര്യങ്ങളാണതെല്ലാം. രാഷ്ട്രീയക്കാർക്ക് നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഇത് വെളിപ്പാടിൽ പറയേണ്ട കാര്യങ്ങളല്ലേ? രാഷ്ട്രീയക്കാർ നമ്മുടെ കൂട്ടായ്മകളിൽ, മീറ്റിങ്ങുകളിൽ കടന്നു വരാം, നിശ്ചയമായും വരണം. വന്നിട്ട് അവർ സുവിശേഷം കേൾക്കണം. അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകട്ടെ, ഏത് ഭരണാധികാരി ആകട്ടെ, ഭരണാധികാരികളെ എല്ലാം നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഒരു പ്രധാന കാര്യം ഞാൻ അവിടെ പറയാൻ പോവാ. അതായത് നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ റോമൻ ഭരണത്തിന് കീഴിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലോ. വാളിന്റെ കീഴിലാണ് സഭ ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെ ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത സമൂഹമാണ് റോമൻ സമൂഹം, വിശേഷിച്ച് അതിന്റെ ഭരണകർത്താക്കള്. എന്നാൽ പൗലോസ് റോമാലേഖനം എഴുതുമ്പോഴും തിമോഥെയോസിന്റെ ലേഖനമൊക്കെ എഴുതുമ്പോൾ പറയുന്നത് ഭരണാധികാരികളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്, രാജാവിന് റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? അപ്പോൾ ക്രിസ്തീയ സഭ എല്ലാ കാലത്തും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ ചരിത്രത്തിലും നമ്മുടെ നാട്ടിലും രണ്ട് കാര്യമാണ്. ചരിത്രത്തിലും നമ്മുടെ നാട്ടിലും സംഭവിച്ച ഒരു വലിയ മഹാദുരന്തം എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ മടിയിൽ കയറ്റി ഇരുത്താൻ പറഞ്ഞിട്ടില്ലായിരുന്നു.
അവരെ എന്ത് ചെയ്യരുത്? അവരെ മടിയിൽ കയറ്റി ഇരുത്താനായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ 3 നൂറ്റാണ്ടിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ഈ മാർഗത്തിലേക്ക് വന്ന ആ ഒരു കാലം മുതൽ ഈ പറയപ്പെട്ട ഭരണാധികാരികളെ സഭ മടിയിലിരുത്തി താലോലിക്കാൻ ആരംഭിച്ചു. നമ്മുടെ മലയാളക്കരയിലേക്കൊക്കെ വരിക, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പെന്തക്കോസിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായ പാസ്റ്റേഴ്സ് കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? ബൈബിളിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ എന്ന് പറയും. അവർ എങ്ങനെ വാക്യമുണ്ടെന്ന്? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവരെ ബഹുമാനിക്കണമെന്നും രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാത്രമേ ഉള്ളൂ. അവരെ മടിയിലിരുത്താൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സിനെല്ലാം പാളിച്ച പറ്റിയത്. സഹോദരങ്ങളെ, ഇത്രയും നേരം പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗംഭീരമായൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. ബഹുഭൂരിപക്ഷം വരുന്ന സീനിയർ പാസ്റ്റേഴ്സിന് വമ്പൻ പാളിച്ച പറ്റി. പേരെടുത്ത് വേണേൽ ഞാൻ പറയാം. IPC AG ഷാരോൺ ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറയാം. അതിൽ AGയുടെ സൂപ്രണ്ടന്റാണ് പറഞ്ഞത്, കഴിഞ്ഞ 50 വർഷം ഞങ്ങൾ കലഹത്തിലായിരുന്നു, യുദ്ധത്തിലായിരുന്നു, ഭിന്നതയിലായിരുന്നു എന്ന്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല കേട്ടോ, പബ്ലിക് ഡൊമൈനിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണത്. അദ്ദേഹം പറയുന്ന കാര്യമാണത്. അതായത് 50 വർഷത്തിന് പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് പെന്തക്കോസ്തിന്റെ പുഷ്കലകാലം എന്ന് പറയുന്നത്. സുവർണകാലം എന്നൊക്കെ വേണേൽ പറയാം. 50 വർഷം പുറകിലാണ് ശരിക്കും അത്. ആ 50 വർഷത്തിലേക്ക് പോകുമ്പോൾ IPCയിലെ പിളർപ്പ്, ഷാരോൻ എന്ന് പറയുന്ന സമൂഹം ഉണ്ടായത് പിളർപ്പുകളുടെ കാലമാണ്. 50 വർഷം പുറകിലേക്ക് പോയാൽ. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിൽ അവിടെയും ഭിന്നതകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ പറയപ്പെട്ട ഈ കാലഘട്ടങ്ങളില് അവര് ദൈവാലോചനകളെ ഒന്നും വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല, ബുദ്ധിയിൽ സഞ്ചരിച്ചു, പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തില്ല. അതായത് ഈ പറയപ്പെട്ട 50 വർഷക്കാലം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഉള്ള ഈ പ്രധാനപ്പെട്ട നരച്ച ലീഡേഴ്സിന്റെ ഒരു ആരംഭ കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിലൊക്കെയാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് ചങ്ങാത്തം തുടങ്ങിയത്. രാഷ്ട്രീയക്കാരുമായി ചങ്ങാത്തം തുടങ്ങി അവര് ഇതിനകത്തേക്ക് കടന്നു വരാൻ ആരംഭിച്ചു. അങ്ങനെ ഇതിന്റെ ജനറൽ കൺവെൻഷനുകളിലൊക്കെ വന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു. എന്തിനു പറയണു? ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോലും അവർ കടന്നു വന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു. കാരണം കാലങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ സമൂഹമാണല്ലോ, വലിയ വോട്ട് ബാങ്കാണ്. വോട്ട് ബാങ്ക്, അതായത് ആ വോട്ട് ബാങ്കിനെ പോക്കറ്റിലിടാൻ പാകത്തിന്, അതായത് രാഷ്ട്രീയക്കാര് കൗശലക്കാരാണ്. ആ കൗശലക്കാരായ രാഷ്ട്രീയക്കാര് ഇതിന്റെ നടുവിൽ കടന്നു വന്ന് അവർക്ക് ബോധിച്ചതുപോലെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. രാഷ്ട്രീയക്കാരെ എല്ലാം നിയന്ത്രിക്കുന്നത് ഹെരോദാവിന്റെയും പീലാത്തോസിന്റെയും മേൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന വേദികളിലാണ് ഹെരോദാവിന്റെയും പീലാത്തോസിന്റെയും മേൽ വ്യാപരിക്കുന്ന, അത് എല്ലാ കാലത്തുമുള്ള ഭരണവർഗത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരേ ആത്മാവ് തന്നെയാണ്. ആ ആത്മാവിന്റെ പ്രവർത്തനം ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ചു. നമുക്ക് ലഭിക്കപ്പെട്ട മാതൃകകളെല്ലാം നമ്മൾ ഉടച്ചു കളഞ്ഞു. നമ്മൾ സാധാരണ പറയുമല്ലോ, പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് പണിയപ്പെടേണ്ടതെന്ന്. പർവ്വതത്തിലെ മാതൃക പ്രകാരം, അതായത് അത് നമ്മൾ കാണുന്ന പുറപ്പാട് പുസ്തകത്തിലാണ്. സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിലാണ് സാധാരണ നമ്മൾ പറയുന്നത്. പർവ്വതത്തിലെ മാതൃക പ്രകാരം ദൈവത്തിന്റെ മന്ദിരം പണിയുന്ന കാര്യം, പർവ്വതത്തിലെ മാതൃക പ്രകാരം ദൈവത്തിന്റെ ആലയത്തിന്റെ പണി ആരംഭിക്കുന്ന കാര്യം നമ്മൾ അവിടെ വായിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് പർവ്വതത്തിലെ മാതൃക പ്രകാരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ, മാളികമുറി മുതൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പാടുകളുണ്ട്. ആ വെളിപ്പാടുകൾക്ക് അനുസരിച്ചാണ് ദൈവസഭ ചലിക്കേണ്ടത്. അതാണ് നമ്മുടെ പർവ്വതത്തിലെ മാതൃക എന്ന് പറയുന്നത്. നമ്മൾ പർവ്വതത്തിലെ മാതൃക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പർവ്വതത്തിൽ പോയിരിക്കുക എന്നുള്ളതല്ല. അതായത് ഈ 2-ാം അധ്യായം മുതൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, വിശുദ്ധ തിരുവെഴുത്ത് എഴുതി ക്ലോസ് ചെയ്യുന്ന കാലഘട്ടം വരെ എന്തെന്തെല്ലാം കാര്യങ്ങളാണോ എഴുതി വെച്ച് തന്നിരിക്കുന്നത്, അതെല്ലാം നമുക്ക് മാതൃകയായി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പർവ്വതം അതാണ്. അപ്പോസ്തലന്മാർ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അതായത് നമ്മൾ തുറന്നു വെച്ച ഈ 3-ാം അധ്യായമാകട്ടെ, 4-ാം അധ്യായമാകട്ടെ, 5-ാം അധ്യായമാകട്ടെ, ഈ അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ക്രിസ്തീയ സഭ ഒരു യുദ്ധത്തിൽ തന്നെയായിരുന്നു. ഒരു സൈഡില് റോമൻ ഗവൺമെന്റ്, മറു സൈഡിൽ യഹൂദ മതം. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഈ സമയത്തൊന്നും അവർ അശേഷം കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആ സമയത്തൊക്കെ അവർ യെരുശലേം ദേവാലയത്തിൽ വന്ന് സുവിശേഷം അറിയിക്കുകയായിരുന്നു. എന്നാൽ അവരെ ആത്മാവിലുള്ള ആരാധനയ്ക്ക് ഒത്തുകൂടുന്ന ഭവനങ്ങളിലാണ്. അവിടെ അവർ അപ്പം നുറുക്കുമായിരുന്നു, അവിടെ അവർ ദൈവവചനം ധ്യാനിക്കുമായിരുന്നു. അവിടേക്ക് ഹെരോദാവോ പീലാത്തോസോ കടന്നു വന്ന്
മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയുണ്ടോയെന്നൊന്നും അവരാരും പറയാറുണ്ടായില്ല. അതിന് അവസരം ഇവർ കൊടുക്കാറുണ്ടായില്ല. നമ്മൾ ഈ 3-4 അധ്യായങ്ങൾ തുടക്കത്തിൽ തന്നെ പഠിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? അപ്പസ്തലന്മാർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിന് ഇടം കൊടുത്തിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് ഇടം കൊടുത്തിരുന്നോ? അങ്ങനെയെങ്കിൽ ഈ തലമുറയിലെ ശുശ്രൂഷകന്മാർ ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിന് ഇടം കൊടുക്കരുത്. പൊളിറ്റീഷ്യനെ, നമ്മുടെ രാഷ്ട്രീയക്കാരെ ഒന്നും നമ്മുടെ ഇടയിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഈ വേദി പങ്കിടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. അതിന് മെജോറിറ്റി പാസ്റ്റേഴ്സ്, ഒരു 90% പാസ്റ്റേഴ്സും പറയുന്നത് എന്താണെന്നറിയാവോ? അവരുടെ ഒന്നും സഹായമില്ലാതെ ഇവിടെ ജീവിക്കാനോ ശുശ്രൂഷിക്കാനോ സുവിശേഷം അറിയിക്കാനൊന്നും ഒരിക്കലും പറ്റില്ലെന്നാണ് പറയുന്നത്. അവരുടെ സഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള പർവ്വതത്തിലെ മാതൃക എങ്ങനെയാണ് കാണുന്നത്? അപ്പോസ്തലന്മാർ ആരും ഹെരോദാവിൻ്റെയോ പീലാത്തോസിൻ്റെയോ സപ്പോർട്ടോ പിന്തുണയോ ഒന്നും വാങ്ങിച്ചില്ല. ആ സമയത്ത് മതനേതൃത്വമായ യഹൂദാ മതത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഒരു ഐക്യത വേണ്ടതാണ് കേട്ടോ, ഒരു ഐക്യത വേണ്ടതാണെന്നൊന്നും പറഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് കേൾക്കുന്നൊരു കാര്യമാണ് ക്രിസ്തീയ ഐക്യത എന്നുള്ളത്. ഞാൻ ദൈവം അനുവദിച്ച പിന്നൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തീയ ഐക്യത എന്ന് പറയുന്നത് അങ്ങനെ ഇടപാടില്ല. ഉപദേശത്തിൽ ഐക്യതയുള്ളവർ മാത്രമാണ് ഒരുമിച്ച് പോകാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകളുമായിട്ട് എങ്ങനെ നമുക്ക് യോജിച്ചു പോകാൻ കഴിയും? ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ യേശു ക്രിസ്തു എന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ യേശു ക്രിസ്തു എന്നൊന്നും പറഞ്ഞാലൊന്നും അവരൊന്നുമായിട്ട് നമുക്ക് ഐക്യമത്യപ്പെട്ട് പോകാനായിട്ട് സാധ്യമല്ല. ഉപദേശ ഐക്യത്തിൽ നിൽക്കുന്നവരുമായിട്ട് മാത്രമേ നമുക്ക് ഐക്യമത്യപ്പെട്ട് പോകാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അല്ലാത്ത ആരുമായിട്ട് നമുക്ക് തോളത്ത് കൈ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കാവുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നോ ഏതെങ്കിലും ലേഖനത്തിൽ നിന്നോ ഒരു സൂചന ഏതെങ്കിലും ദൈവദാസന്മാർക്ക് കാണാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരണം. എൻ്റെ അറിവില്ലായ്മയെ തിരുത്തുന്നത് നല്ലതാണല്ലോ. വലിയ അറിവൊന്നും എനിക്കില്ല താനും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യെസ്, നമ്മൾ അങ്ങനെ അന്നാസും കയ്യഫാവുമായിട്ടൊന്നും യോജിക്കാതെ പോകേണ്ട കാര്യമില്ല. ഹേരോദാവ് നമ്മുടെ ശത്രുവൊന്നുമല്ലോ. ഇവരാരും നമ്മുടെ ശത്രുവാണെന്നൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ അവരുടെ ശുശ്രൂഷയുടെ ഒരു പാറ്റേണും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം, അവസാനിപ്പിക്കാം. അതായത് ഈ പറയപ്പെട്ട സമയത്തൊക്കെ അവര് ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു ചെന്ന സ്ഥലങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. പത്രോസിന്റെ പ്രസംഗം നോക്കുക. ഫിലിപ്പോസ്, മേശമേൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട ഫിലിപ്പോസ്, അദ്ദേഹം ശമരിയിൽ പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പൗലോസിന്റെ പ്രസംഗങ്ങൾ നോക്കുക. പൗലോസിന്റെ കൂടെ നടന്ന തിമോത്തിയോസിന്റെയും തീത്തോസിന്റെയും പ്രസംഗങ്ങൾ നോക്കുക. അവരെല്ലാം ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പോയ ദിക്കുകളിലെല്ലാം ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. സത്യവചനം ഘോഷിച്ചു. അതായത് നമ്മൾ തുടർന്ന് മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ പൗലോസിന്റെ 1-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ താന് സഞ്ചരിച്ച് ഗലാത്യ പ്രൊവിൻസിലേക്ക് വരുമ്പോൾ, അതായത് പിസീദ ദേശത്തെ അന്ത്യോക്യയിലെ ആദ്യത്തെ പ്രസംഗം, അവിടുത്തെ സിനഗോഗിലെ പ്രസംഗം, അത് ക്രമമായിട്ട് പഠിച്ചു വരുമ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഘോഷിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അവിടെ ഘോഷിച്ചു. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പുനരുത്ഥാന ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് കേട്ട ഒരുപറ്റം ആളുകൾക്ക് താല്പര്യം തോന്നി വീണ്ടും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ വീണ്ടും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കലക്കമുണ്ടായി. പൗലോസ് കലക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പക്ഷേ സത്യവചനം പ്രസംഗിച്ചു എന്ന കാരണത്താൽ അവിടെ കലക്കമുണ്ടായി. അതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഓരോ യാത്രകളും എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ 2-ാം മിഷൻ യാത്രയിലേക്ക് വന്നപ്പോൾ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. 3-ാം മിഷൻ യാത്രയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എഫെസോസിലേക്കാണ് വരുന്നത്. എഫെസോസിലേക്ക് കടന്നു വന്ന്, എഫെസോസ് എന്ന് പറയുന്നത് അർത്തമീസ് ദേവിയുടെ കോട്ടയാണ്. എഫെസോസിലുള്ള സകല മനുഷ്യരും അർത്തമീസ് ദേവിയെ ഭജിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. അവിടെ കടന്നു വന്ന് പൗലോസ് ആത്മാവിൽ യുദ്ധം ചെയ്തു. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന ഈ മെസ്സേജിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞു. 1-ാം നൂറ്റാണ്ടിലെ സഭയിലേക്കും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലേക്കും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവര് തുറന്നു തന്നെ പറയുകയാണ്, നമുക്ക് പോരാട്ടമുണ്ട് സഹോദരങ്ങളെ. അത് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പോരാട്ടമുണ്ട്. നാം അടർക്കളത്തിലാണ്, കളിക്കളത്തിലല്ല. നിരന്തര പോരാട്ടത്തിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. എഫേസ് ലേഖനം എഴുതി പൂർത്തീകരിക്കുന്ന സമയത്ത് പൗലോസ് അത് വളരെ കൃത്യമായി പറയാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും നമുക്ക് യുദ്ധമുണ്ട്, പോരാട്ടമുണ്ടെന്ന്. നമ്മള് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം പഠിക്കുമ്പോൾ ആത്മയുദ്ധം നമുക്ക് കാണാൻ കഴിയും. അവർ നിരന്തരം ആത്മയുദ്ധം ചെയ്തിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എഫെസോസിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പറയാണ്, അവിടെ ഞാൻ മൃഗയുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ
അതിൽ വന്നു കഴിഞ്ഞ ഒരു പോത്തിനെ പിടിച്ചിട്ട് വഴക്കുകൂടിയെന്നാണോ അതിൻ്റെ അർത്ഥം? അതൊന്നുമല്ല. അതിൻ്റെ ആഴങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഇനി ആരെങ്കിലും അതൊന്നും അറിയാൻ മേലാത്തവരാണെങ്കിൽ നിങ്ങൾ സാത്താൻ്റെ ആഴങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. സാത്താൻ ഈ ലോകത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ വൻകരകളിലും എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ പ്രൊവിൻസുകളിലും അതിൻ്റെ വാർഡുകളിൽ പോലും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് സൈറ്റാനിക് ഗവൺമെന്റിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വീണുപോയ ദൂതഗണങ്ങൾ, അതിനെയാണ് നമ്മൾ ദുഷ്ടാത്മ സേനകൾ എന്ന് വിളിക്കുന്നത്. അത് ഈ ആത്മമണ്ഡലം മുഴുവനും പടർന്ന് കിടക്കുകയല്ലേ. അതായത് രണ്ടാം സ്വർഗം എന്ന് പറയുന്ന നക്ഷത്രമണ്ഡലം, രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് സൈറ്റാന്റെ വിഹാര കേന്ദ്രമാണ്, അവന്റെ അധികാര കേന്ദ്രമാണ്. അതിനെ വേറൊരു ഭാഷയിൽ വിളിക്കുന്നുണ്ട് ആകാശങ്ങൾ, ഹെവൻസ് എന്നും പറയും. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവന്റെ കിങ്കരന്മാരെ, ഈ ദുഷ്ടാത്മ സേനയെ ഉപയോഗിച്ചുകൊണ്ട് സൈറ്റാൻ ഭരണം നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴത്തെ മാനുഷിക ഭരണങ്ങളുടെ മേലെല്ലാം സൈറ്റാന്റെ നിയന്ത്രണമുണ്ട്. എല്ലാത്തിൻ്റെ മീതെ നമ്മുടെ വലിയവനായ ദൈവമാണുള്ളത്. സിംഹാസനത്തിലിരിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ സൈറ്റാന്റെ നിയന്ത്രണമാണ് പല ഭരണാധികാരികളുടെ മേലും ഉള്ളത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളിൽ ഈ മൗനാനുവാദം അവർ കൊടുക്കുന്നുണ്ട്. നിശ്ചയമായും ഭരണാധികാരികൾ ആ മൗനാനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം മൗനമായിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ദൈവം അനുവദിക്കും ചില സമയങ്ങളിൽ. എന്തെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭാരതത്തിലെ സഭയെ അതിന്റെ നിലയിൽ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട്. ആശ്രയിപ്പാൻ ഒരു ഇടമില്ലാതെ, ഒരു ചില്ലിക്കമ്പ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥ കൊണ്ടുവരും. പിടിച്ചു നിൽക്കാൻ ഒരു ചില്ലിക്കമ്പ് പോലും ഇല്ലാത്ത നില. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജീവനുള്ള ദൈവത്തെ വിളിച്ചേ ഒക്കൂ എന്ന സാഹചര്യം വരും. ഇടത്തു നിന്നും വലത്തു നിന്നും പ്രസിംഗ് വരുമെന്ന്, രണ്ട് സൈഡിൽ നിന്നും പ്രസിംഗ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് റോമാക്കാർ കുന്തം കൊണ്ട് കുത്തുമ്പോൾ മറു സൈഡിൽ നിന്ന് യഹൂദ മതത്തിന്റെ കുന്തം കുത്താൻ ആരംഭിക്കും. രണ്ട് സൈഡിൽ നിന്നും കുത്തുവരും അല്ലേ. അങ്ങനെയെല്ലാം വരുമ്പോൾ ആശ്രയിക്കാൻ ഒരു ഇടമില്ലാതെ പോകും. പക്ഷെ അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വലുവനായ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് വീര്യം പ്രവർത്തിച്ചവരാണ്. എല്ലാ കാലത്തും ദൈവസഭ അങ്ങനെ പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാറ്റേൺ അങ്ങനെയൊന്നും അല്ലെന്നേ. നമ്മൾ കുറച്ച് പ്രസംഗിച്ചതുകൊണ്ടൊന്നും മാത്രം കാര്യമായില്ല. ഇപ്പൊ ഞാനും പ്രസംഗിക്കുന്നയാളാ. ഞാൻ എൻ്റെ കൂടെ തോൽവി മുൻനിർത്തിക്കൊണ്ടാണ് കേട്ടോ പറയുന്നത്. വേറെ ആരെങ്കിലും വിരൽ ചൂണ്ടിക്കൊണ്ട് അവരെല്ലാം പരാജയമെന്നല്ല പറയുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ശുശ്രൂഷാ വൃന്ദം, ഞാൻ ഉൾപ്പെടുന്ന ദൈവസഭ, അതിൻ്റെ പരാജയത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. അന്ന് അപ്പോസ്തലന്മാർ ആത്മാവിൽ യുദ്ധം ചെയ്തു. അവർ പറഞ്ഞു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്ന്. പക്ഷെ ഇന്ന് ജഡരക്തങ്ങളോട് പോരാടുന്ന ഒരു കാലമാണ്. അതായത് ഇന്ന് ദൈവസഭകളോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് ഉപദ്രവിക്കുകയും പള്ളു പറയുകയൊക്കെ ചെയ്യുന്ന, പല രീതിയിലും ടോർച്ചർ ചെയ്യുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ കാണാമല്ലോ. അതൊന്നും ആ മനുഷ്യരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അല്ല പ്രിയരെ. അവരെല്ലാം അന്ധന്മാരാണ്. ബൈബിളിന്റെ ഭാഷയിൽ ഈ കഴിഞ്ഞുപോയ ആഴ്ചകളിൽ ഈ ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ട ആളുകളെ വിളിക്കുന്ന അന്ധന്മാരെന്നാണ്. അവർ ആത്മീയമായി അന്ധരായി കിടക്കുന്ന ആളുകളാണ്. ആ അന്ധന്മാരെ നിയന്ത്രിക്കുന്ന സൈറ്റാനിക് ശക്തികളാണ് അല്ലേ. ഈ അന്ധന്മാരായ മനുഷ്യരെ നിയന്ത്രിക്കുന്ന സാത്താന്യ ശക്തികളാണ്. അവര് സത്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ആ ശക്തികളാണ് അവരെ നിയന്ത്രിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദൈവസഭയുടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഉപദേശ ഐക്യമുള്ള ദൈവദാസന്മാരെല്ലാം കൈകോർക്കണം, ഒരുമിച്ച് ഒരു ഉപദേശത്തിലേക്ക് വരണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പൗലോസ്ലീഹ പറഞ്ഞ കാര്യം അംഗീകരിക്കണം. അങ്ങനെ വാക്യമുണ്ടോ? പിന്നെ കൊള്ളാം. തിമത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട എൻ്റെ ഉപദേശി. നിന്റെ വിശ്വാസികളെ അങ്ങനെ തന്നെ പഠിപ്പിക്ക്. എന്നിട്ട് പോരാട്ടവീര്യത്തിലേക്ക് മടങ്ങി വാ. ഇവിടെ വെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഉത്തമഗീതം 6:10 കൂടെ വായിച്ച സഹോദരി, നമുക്ക് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. അരുണോദയം പോലെ ശോഭ. ആ ശോഭയൊക്കെ പോയ കാലമാണ്. വലിയ ശോഭയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒടുക്കം പറഞ്ഞത് കൊടികളോടുകൂടിയ സൈന്യം പോലെ ഉള്ളോരിവളാർ.
കർത്താവിൻ്റെ സഭയാണത് കാണിക്കുന്നത്. കർത്താവിൻ്റെ സഭയല്ലേ അത് കാണിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ആ ശോഭയോടെ അധികാരത്തോടെ നിന്നു, കൊടികളോടുകൂടിയ സൈന്യം. വിശദീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിന്ന ആ ഒരു സമൂഹം, അന്നവർ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അതിനോട് പോരാടാൻ പാകത്തിന് ദൈവസഭ ഒരു സൈന്യമായി എഴുന്നേൽക്കണം. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാര് ദൈവസഭ ആ നിലയിൽ ഒരു സൈന്യം എന്ന നിലയിൽ പണിതൊരുക്കി കൊണ്ടുവന്നു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്ന ആ ദൗത്യത്തിലേക്ക് വന്നപ്പോൾ ആ ബോധ്യം ലഭിച്ച ഭക്തന്മാർ ഒരുമനപ്പെട്ട് ആത്മാവിൽ ഐക്യതയോടുകൂടി ഇരുളിന്റെ അധികാരങ്ങളോട് പോരാടിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെയുള്ള വാഴ്ചകൾ, അധികാരങ്ങൾ, കാര്യങ്ങളോടൊക്കെ ആത്മാവിൽ പൊരുതണം. ആത്മാവിൽ ഐക്യമത്യപ്പെട്ട് സഭ ഉണർന്ന് യുദ്ധം ചെയ്യുമ്പോൾ അതിനെയെല്ലാം കാൽക്കീഴിലേക്ക് കൊണ്ടുവരണം. ഗാസിയാബാദിൽ ഒരുവൻ കടന്നു വന്ന് അവിടെയുള്ള ദൈവദാസനെയും ദൈവജനത്തെയും ഭീഷണിപ്പെടുത്തിയെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പവറുണ്ട്. ഗാസിയാബാദിനെ ഭരിക്കുന്ന ഒരു പവറുണ്ട്. അവിടെയുള്ള ഏതെങ്കിലും BJPയുടെയോ കോൺഗ്രസിന്റെയോ MP യോ MLA ഒന്നുമല്ല. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്പിരിറ്റ് വേൾഡ് ഉണ്ട്, ഒരു ആത്മലോകം ഉണ്ടല്ലോ. അവിടെ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനെ ആയുധവർഗം വെപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ അതൊക്കെ ചെയ്തതല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു വന്ന് സാത്താനെ പരാജയപ്പെടുത്തി, അതൊരു സത്യമാണ്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുക എന്ന് കൂട്ടിക്കോ. ആ യുദ്ധത്തിൽ 71 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാകിസ്ഥാനിലെ പട്ടാളക്കാരെ എല്ലാം ചങ്ങലക്കിട്ട് വെച്ചിരിക്കുക എന്നാണോ അതിന്റെ അർത്ഥം? ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. പിന്നീടൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിലും പരാജയപ്പെടുത്തണം. ക്രിസ്തു വന്ന് പരാജയപ്പെടുത്തി എന്നേ. അതിന്റെ കോണ്ടസ്റ്റ് നമുക്കറിയാമല്ലോ. ഇന്ന് തൻ്റെ ജനം ഒരു സൈന്യം എന്ന നിലയിൽ എഴുന്നേറ്റ് ഈ പറയപ്പെട്ട കാര്യങ്ങളെ കാൽക്കീഴിൽ കൊണ്ടുവരണം. കാൽക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അതായത് ശിരസ് ക്രിസ്തുവും ശരീരം സഭയുമാണല്ലോ. ആ നിലയിൽ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പറയപ്പെട്ട ശക്തികളെ നാം കാൽക്കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ദൈവസഭയുടെ മുന്നേറ്റത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അത്തരം ദുഷ്ടശക്തികളെയെല്ലാം കാൽക്കീഴിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ കെട്ടപ്പെട്ട് കിടക്കുന്ന ജനം, അതായത് കുന്തവും പരിചയും വലിയ കല്ലും കടാരിയും ഒക്കെ ആയിട്ട് വരുന്ന മനുഷ്യര് പെട്ടെന്ന് അവരുടെ കണ്ണ് തുറക്കും. അവരുടെ കണ്ണ് തുറക്കുമ്പോൾ അവർ കല്ല് താഴെയിടും, കുന്തം താഴെയിടും, വാള് താഴെയിടും. ഇപ്പൊ കൊല്ലാൻ പാകത്തിനാണ് വരുന്നത്. അതിന്റെ കാരണം എന്നാ? ആ ശക്തികളൊക്കെ പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാം ശക്തി ക്ഷയിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം വിശുദ്ധിയിലും വേർപാടിലും നിൽക്കണം. അതിനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ടാണോ അതിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്? ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ച്. ആ ശക്തികളോട് യുദ്ധം ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ എഫേസ്യ ലേഖനം വായിച്ചിട്ടാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരു കീ പോയിന്റും കൂടെ പറഞ്ഞാൽ നിർത്താം. അതായത് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ അതിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വചന ധ്യാനത്തിലും ഒക്കെ വിട്ടിരിക്കാം. മറ്റ് കാര്യങ്ങളൊക്കെ മറ്റ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കാം. ഞങ്ങൾ മറ്റ് പഞ്ചായത്തുകളൊന്നും പിടിക്കുന്നില്ല. ഞങ്ങൾ നിരന്തരം ദൈവസന്നിധിയിൽ ഇരിക്കാം, വചനം ധ്യാനിക്കാം, വചനം ഘോഷിക്കാം, അതുപോലെ പ്രാർത്ഥനയിലിരിക്കാം, പ്രാർത്ഥനയിൽ പോരാടാം, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിന്റെ അധിപതികളോടൊക്കെ സന്ധിയില്ലാത്ത യുദ്ധം ചെയ്യാം. അന്നേരമാണ് ഓരോ പാസ്റ്റർമാര് സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജി ആകാൻ വേണ്ടി കൂട്ടയടി നടത്തിക്കൊണ്ടിരിക്കുക. ഒന്നും തള്ളുക, ഞാനാണോ നീയാണോ, നീയാണോ ഞാനാണോ, ഞാനാണോ നീയാണോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ എങ്ങനെ ശരിയാവും? സാത്താനിരുന്ന് തലകുത്തിച്ചിരിക്കുക. ഈ പുള്ളികൾ ഗ്രീക്ക് ഹീബ്രു എന്നും പറഞ്ഞാൽ സാത്താൻ പേടിക്കൊന്നുമില്ല. ഈ മലയാളക്കരയിലുള്ള പൂർവന്മാര് ഗ്രീക്ക് ഹീബ്രു ഒന്നും അറിഞ്ഞിട്ടല്ല ഇവിടെ ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അവർ ആത്മശക്തിയിലായിരുന്നു മുന്നോട്ട് വന്നത്. ആത്മശക്തിയിൽ അവർ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവരുടെ പിൻതലമുറകൾ ഈ പാറ്റേൺ മാറ്റിയെന്നേ. ഇതാണ് പർവ്വതത്തിലെ മാതൃക. എന്താ പർവ്വതത്തിലെ മാതൃക എന്ന് പറയുന്നത്? ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും, അതിനു പകരം വേറെ പഞ്ചായത്തുകൾ പിടിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കരുത്തുറ്റവരായി മാറും. ശുശ്രൂഷകർ കരുത്തുറ്റവരായി മാറും.
എല്ലാവർക്കും ഭയമാകും. എങ്ങനെയുണ്ട്? അതൊന്നും നടക്കണ കാര്യമാണെന്നാണ് പലരും ഇപ്പം ചിന്തിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാര് വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തോട് അടുത്തിരിക്കുക, ദൈവാലോചന സ്വീകരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവർ മതിൽ ചാടിക്കടക്കും. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും എന്നൊക്കെ പറഞ്ഞു കളയും അല്ലേ? കാട്ടുപോത്തിന്റെ കരുത്തായിരിക്കും അന്നേരം. അതെങ്ങനെ ചോർത്തി കളയാമെന്ന് സാത്താൻ അറിയാം. അതിനാണ് സാത്താൻ VD സതീശനെ നിങ്ങളുടെ നടുവിലേക്ക് വിടുന്നത്. ചിരിച്ച മുഖമായിട്ട് പുള്ളി വരും. അതിനാണ് പിണറായി വിജയനെ നിങ്ങളുടെ നടുവിലേക്ക് വിടുന്നത്. സൗമ്യനായ ശ്രീധരൻ പിള്ളേനെ വിടുന്നത്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് CNI ചർച്ചിൽ കുർബാന കൂടാൻ പോയി. അതൊന്നും കുഴപ്പമില്ല, അവിടെ പോയി കുർബാനയോ എന്നെ വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ യഥാർത്ഥ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അഭിഷേകതയിലും തലയിൽ വീഴാത്ത ഒരുവനും പുൾപിറ്റ് കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ VD സതീശനെ, രമേശ് ചെന്നിത്തലയെ, പിണറായി വിജയനെ റെസ്പെക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെയും പറഞ്ഞു, നിങ്ങൾ ഏത് ചെവി കൊണ്ടായി കേൾക്കുന്നത്? അവരെ റെസ്പെക്ട് ചെയ്യണം, എല്ലാ നിലയിലും ആദരിക്കണം, സകല നിലയിലും. പക്ഷെ അവരെ മടിയിൽ ഇരുത്തരുന്നാ പറഞ്ഞോളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവരെ നിങ്ങൾ ആദരിക്കണം, എല്ലാ നിലയിലും റെസ്പെക്ട് ചെയ്യണം, മടിയിൽ ഇരുത്തരുത്. നിങ്ങൾ ഇരുത്തി നിങ്ങളുടെ ശക്തി ചോർന്നുപോയി. നിങ്ങളെ ഉപമിക്കാൻ കഴിയുന്നത് ശിംശോനുമായിട്ട് മാത്രമാണ്, വേറെ ആരുമായിട്ട് ഉപമിക്കാനില്ല. വേറെ ആരുമായിട്ട് ഉപമിക്കുന്നത്? ദലീലയുടെ മടിയിൽ തലവെച്ച് കിടന്ന് പുള്ളി ആശ്വസിച്ചു, മയങ്ങിപ്പോയി അവിടെ കിടന്ന്. അവള് എല്ലാം മുറിച്ച് കളഞ്ഞു, ശക്തി ചോർന്നു പോയില്ലേ. പിന്നെ ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നിന്റെ പെന്തിക്കോസും ഇന്നത്തെ ക്രൈസ്തവ സഭയും ഭാരതത്തിലും ചെയ്യുന്നത്. കുറെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല? എന്റെ വാക്കുകളല്ലല്ലോ, അപ്പസ്വലന്മാര് നമ്മളെ പഠിപ്പിച്ചല്ലേ. പോരാട്ടവീരി എവിടെയാ നഷ്ടപ്പെട്ടത്? സ്വയം കളഞ്ഞതാന്നേ. യെരുശലേമിന്റെ മതിൽ ആരാ തകർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇസ്രായേൽ തന്നെയല്ലേ അത് തകർക്കാൻ പരിശ്രമിച്ചത്. ചട്ടങ്ങളും പ്രമാണങ്ങളിൽ നിന്നും വഴുതിപ്പോയി. കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട പ്രമാണങ്ങൾ എന്ത് ചെയ്തു? മറികടന്നുപോയി അല്ലേ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട പ്രമാണങ്ങളെയെല്ലാം മറികടന്നു. അവർ ട്രസ്പാസിൽ അകപ്പെട്ടു. ദൈവിക സംരക്ഷണയിൽ നിന്ന് മാറിപ്പോയി. അവരറിഞ്ഞില്ല. അവർക്ക് നരകേറിയ കാര്യം അവരറിഞ്ഞില്ല. എഫ്രൈം ജാതികളോട് ഇടകലർന്നു, അവന്റെ ശക്തി ചോർന്നുപോയി. എഫ്രൈം അത് അറിഞ്ഞില്ല, ശിംശോൻ അത് അറിഞ്ഞില്ല. അങ്ങനെ പലരും അറിഞ്ഞില്ലെന്ന് നമ്മൾ വായിക്കുകയാണ് ഈ പുസ്തകത്തില്. ഈ തലമുറയ്ക്കും അതാണ് സംഭവിച്ചത്. പത്യോപദേശം പ്രസംഗിക്കുന്ന, സത്യവചനം പ്രസംഗിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ജനത്തിന് വേണ്ടാതെയായി. ക്രൂശ് പ്രസംഗിക്കുന്നിടത്ത് ആളുകളില്ല. മൈതാന പ്രസംഗങ്ങളിലും ഇവിടുത്തെ ചവറുകളായ കാര്യങ്ങളെയൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതിന്റെ പുറകിൽ ജനം ഒഴുകുകയാണ്. ശക്തിരഹിതമായൊരു സമൂഹമായിട്ട് നാം മാറി. അപ്പൊ രണ്ട് രീതിയിൽ ചിന്തിക്കുക. അപ്പൊ നമ്മെ കൈകാര്യം ചെയ്യാൻ പാകത്തിന് ദൈവം ഇത് അനുവദിക്കുകയും ചെയ്യും. നാം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിങ്കൽ നമ്മെ തന്നെ താഴ്ത്തുമെങ്കിൽ നമ്മെ ആ കരുത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരും, പോരാട്ടവീര്യത്തിലേക്ക് കൊണ്ടുവരും. പറഞ്ഞതുപോലെ ഒരു സൈന്യം എന്ന നിലയിൽ നമ്മെ സ്വർഗത്തിലെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയും പ്രസംഗവും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നമ്മുടെ ആയുസ് അങ്ങനെ അവസാനിപ്പിക്കാം. അതല്ല, നാം വചനത്തിലേക്ക് മടങ്ങി വന്ന ആത്മാവിനെ അനുസരിക്കുമെങ്കിൽ, വില കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ, ക്രിസ്തു നിമിത്തമുള്ള നിന്ദകൾ സ്വീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമെങ്കിൽ നിശ്ചയമായും ഭാരതത്തിന്റെ മണ്ണിൽ സ്വർഗത്തിലെ ദൈവം വീര്യം പ്രവർത്തിക്കും, തന്റെ ജനത്തെ കരങ്ങളിലെടുക്കും. അതല്ലെങ്കിൽ നാം ഈ ദേശത്ത് പരിഹാസ്യപാത്രമായിട്ട് മാറുമെന്നുള്ളത് കുറിച്ചു വെച്ചുകൊള്ളുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയ തുടക്ക സമയം മുതൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങളെ പറഞ്ഞു. ഭാരതത്തിലെ ദൈവസഭ അത് ചൈതന്യത്തോടെ മുൻപോട്ട് പോകേണ്ട ഒരു കാലമാണിത്. അതിന് നമുക്ക് വചന വെളിപ്പാടുകൾ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വാക്ക് പറയായിരുന്നു, വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. എന്താ വെളിപ്പാടെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? സൃഷ്ടാവിനെ കുറിച്ചുള്ള വെളിപ്പാട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള വെളിപ്പാട്, ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാട്, അങ്ങനെ അനവധി കാര്യങ്ങൾ.
ശുശ്രൂഷയെക്കുറിച്ചൊക്കെയുള്ള വെളിപ്പാടുകൾ വേണ്ടേ? പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ആലയം പണിയേണ്ടത്. അങ്ങനെ പണിതെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം അതിലേക്ക് ഇറങ്ങിയുള്ളൂ. അതുപോലെ തന്നെ ഈ തലമുറയിൽ ദൈവസഭയാം കൂടാരം പണിയുന്നത് പർവ്വതത്തിലെ മാതൃക പ്രകാരം അല്ലെങ്കിൽ നിശ്ചയമായും അതിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങില്ല. ദൈവശക്തിയിൽ നമുക്ക് ചലിക്കാൻ കഴിയില്ല. അപ്പൊ പർവ്വതത്തിലെ മാതൃക പ്രകാരം എന്ന് പറഞ്ഞപ്പോൾ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു, അപ്പോസ്തലന്മാർ ഓരോ ചുവടും എങ്ങനെയാണോ വെച്ചത് അങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഒടുക്കം നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളോ വചനധ്യാനത്തിലും പ്രാർത്ഥനയിൽ ഉച്ചിരിക്കും, മറ്റു വേറെ ആക്ടിവിറ്റീസിലൊക്കെ ഒന്നും ഞങ്ങൾ പോകില്ല. അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്ന് ആത്മശക്തിയിൽ ദൈവാലോചന ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും ദൈവസഭയ്ക്ക് മാതൃകയായിരുന്നു കൊണ്ട് മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ കൂടിവരവിലൂടെ നമുക്ക് മനസ്സിലായത്. ആ കേൾക്കപ്പെട്ട കാര്യത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതുപോലെ ഭാരതത്തിലെ ദൈവസഭയെയും കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാരെ എല്ലാം ഓർത്തുകൊണ്ട് നിരന്തരം നമുക്ക് മധ്യസ്ഥ അണയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നമ്മുടെ ദേശത്ത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.